You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. ഈ ഒരു പ്ലോട്ടിൽ എനിക്ക് ഇതിന്റെ ക്ലൈമാക്സ് ആണ് ആദ്യം കിട്ടുന്നത്. ലോക്ക്ഡൌൺ സമയത്താണ് എനിക്ക് റോസ്ലിന്റെ ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ആദ്യം നറേറ്റ് ചെയ്തത് ഇതു ജോസഫ് സാറിന്റെ അടുത്തൊരു സ്റ്റാൻഡ് ലോൺ നറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സാധനം കഴിയുമ്പോഴും സാറിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ആണ് ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പട്ടി നമുക്ക് ഇങ്ങോട്ട് ലവ് തരുന്ന ഒരു അനിമലാണ്. അപ്പോൾ റോസ്ലിന് ഒരു പട്ടിയാണ് പറ്റുന്നുണ്ടെങ്കിൽ റോസ്ലിന്റെ ട്രോമ കുറയും. കാഴ്ചയാണ് എനിക്ക് സിനിമയുടെ കാഴ്ച ഇത്രത്തോളം നമ്മൾ ഉലക്കിയൊന്ന് മനസ്സിലാക്കി തന്ന ഒരു അനുഭവം. ഡെഫിനിഷൻ ഓഫ് എ കൊമേഴ്ഷ്യൽ മലയാള സിനിമ എന്താണെന്നുള്ളതിന് ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ ഉത്തരവാണ് ഗോഡ് ഫാദർ. ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഈ പാട്ട് അയാൾ ഹിറ്റ് അടിച്ചു. ഇതുപോലത്തെ പാട്ടുകൾക്ക് അയാളാണ് നമ്പർ 1. അയാളെ തന്നെ വിളിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന 20 കോളുകൾ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ പാട്ടുകൾ എഴുതാനാണ്. ഒരു സിനിമ തന്നെ ത്രില്ലടിപ്പിച്ചിട്ടുമുണ്ട്, കണ്ണ് നനയിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ ദൃശ്യം മാത്രമേ എനിക്കുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഹിമാലയ അടിക്കാൻ വേണം, വാ പൊളിക്കാം എന്നുള്ള മൂഡിലാണ് പോകുന്നത്. അപ്പൊ ദൂരെ ദൂരെ എന്നുള്ളത് അതിന്റെ ഒരു അഡ്രിനാലിൻ പമ്പിങ് സ്വഭാവത്തിൽ എഴുതാം. മലയാളത്തിൽ സേഫ് സോൺ മെലഡീസ് ആണ്. കിങ് ഓഫ് സ്ട്രിങ്സ് ആണ് എക്സ്പീരിയൻസ്. സ്ട്രിങ്സ് വെച്ചിട്ട് ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല ഇന്ത്യൻ മ്യൂസിക്കിൽ. കളങ്കാവലിലെ അത് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ 80s ഇളയരാജ പാട്ട് ആണെന്ന് തെറ്റിദ്ധരിക്കണം. എന്റെ മനസ്സിലുള്ള കഥകൾ കുറെ ഉണ്ട്. കഥകളെല്ലാം പറയാൻ അവസരം കിട്ടണം, പ്ലാറ്റ്ഫോം കിട്ടണം, പറഞ്ഞു തീർക്കണം. വെൽക്കം വിനായക്. താങ്ക് യു. ഈ റോസ്ലിൻ കണ്ടു കഴിഞ്ഞ് ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് കുറച്ച് മണിക്കൂറുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഹാങ് ഓവർ തന്നെയാണ് ഈ കോൺവെർസേഷൻ തുടങ്ങുന്നതും. എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ എപ്പോഴും ഒരു മിസ്റ്ററി ത്രില്ലർ ഏത് ജോൺറയാണെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു ജോൺറയില് ഒരു കഥയെ ഹുക്ക് ചെയ്യുന്നതിൽ ഒരു ക്യാരക്ടറിന്റെ ഒരു ആക്ട് ആയിരിക്കാം, ഏതൊരു ക്യാരക്ടറിന്റെ POV ആയിരിക്കാം, അവരെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ സീരീസ് കണ്ടു തീർക്കുന്നത്. അതിൽ തന്നെ ഒരു കുട്ടിയുടെ POV എടുക്കാന്ന് പറയുന്നത് നമ്മളിതിനു മുന്നേ മറ്റു പല ഭാഷകളിലെ മറ്റു പല സിനിമകളിലും ഈ ഒരു അപ്രോച്ച് കണ്ടിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ അവരുടെ നിഷ്കളങ്കത, എന്തും ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി, ഇതൊക്കെ നമ്മൾ ഹുക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിനീതായിട്ട് അവരെ സംസാരിക്കുന്ന സമയത്തേക്ക് ഈ ഓർഫണും സിറ്റിസൻസും ഈ പറഞ്ഞ മറ്റു പല പടങ്ങളും നമ്മളതിലൊരു ഡിസ്കഷൻ്റെ പാർട്ടായിട്ട് ഒമ്മൻ അടക്കമുള്ള സിനിമകൾ നമ്മൾ സംസാരിച്ച് പോയിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞത് ഓക്കെ ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആയിരിക്കും, പക്ഷേ ഹൊറർ അല്ല റോസ്ലിൻ എന്നുള്ളതായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞൊരു കുട്ടിയുടെ POVയിൽ എഴുതാനെടുക്കുന്ന റിസ്ക് ഇതിൻ്റെ ഒരു ഫൈനൽ എക്സിക്യൂഷനിലോട്ട് വരുമ്പോഴുള്ള ചലഞ്ച് അത് എന്തായിരുന്നു എന്നുള്ളതാണ്. ബേസിക്കലി മിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിന് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല, അറിവില്ലായ്മ വരുമ്പോഴാണ് മിസ്റ്ററി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ എനിക്ക് ഇതിന്റെ ക്ലൈമാക്സ് ആണ് ആദ്യം കിട്ടുന്നത്. ലോക്ക്ഡൌൺ സമയത്താണ് എനിക്ക് റോസ്ലിന്റെ ഐഡിയ കിട്ടുന്നത്. ക്ലൈമാക്സ് ഇപ്പോൾ ആൽഫ കണ്ടാണല്ലോ, അതിന്റെ ക്ലൈമാക്സ് ആദ്യം കിട്ടി, അതിന് പുറകോട്ട് വർക്ക് ചെയ്തിട്ടാണ് ബാക്കി ഉണ്ടാക്കിയത്. അപ്പോൾ അതിനകത്ത് ആ 3-4 സെൻട്രൽ ക്യാരക്ടേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഏറ്റവും കുറവ് അറിവുള്ള ക്യാരക്ടർ റോസ്ലിനാണ്. അപ്പോൾ റോസ്ലിന്റെ POVയിൽ പിടിച്ചു. പിന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു OTT ഇത് തുടങ്ങിയപ്പോൾ തന്നെ തിയേറ്ററിക്കൽ മെറ്റീരിയൽ അല്ല എന്നുള്ളതും പ്യുവർലി OTT മെറ്റീരിയൽ ആണെന്നുള്ളതും നമുക്ക് ഞാനും ഡയറക്ടർ സുമേഷും ഞങ്ങൾ ആ കാര്യത്തിൽ അലൈൻഡ് ആണ്. അപ്പൊ അത് OTTയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് റിസ്ക് കുറവാണ്. നമുക്ക് ഇത്തരം കഥകൾ പറയാനാണ് OTT എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തിയേറ്ററിൽ ഓഫ് കോഴ്സ് അതിൻ്റെതായിട്ടുള്ള അതിന്റെ മാർക്കറ്റ് വേറെയാണ്. ഒരു തിയേറ്ററിക്കൽ മാർക്കറ്റും ഒരു വെബ് സീരീസ് മാർക്കറ്റും കംപ്ലീറ്റ്ലി രണ്ടാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ OTT സ്പേസിൽ നമുക്ക് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഒന്നായിരുന്നു ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ സഞ്ചരിക്കുന്ന ഒരു സിനിമ എന്നുള്ളത്. ആൻഡ് റോസ്ലിൻ നോക്കിക്കഴിഞ്ഞാൽ 17 വയസ്സുകാരിയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ റോസ്ലിൻ അഡൾട്ട് ആവും. എന്നാൽ കറക്റ്റ് മാർജിനിൽ നിൽക്കുന്ന, പക്ഷെ റോസ്ലിന്റെ ഒരു മെന്റൽ ഏജ് സത്യം പറഞ്ഞാൽ അതിനേക്കാൾ യങ് ആണ്. 17 ഉണ്ടെങ്കിൽ പോലും സീരീസ് കണ്ടാൽ അറിയാം ഒരു 12-13 വയസ്സുകാരിയുടെ ഒരു മെന്റൽ മെച്യൂരിറ്റി ഒക്കെ ഉള്ളൂ. ഞങ്ങൾ സഞ്ജനോട് പറഞ്ഞപ്പോൾ പോലും അങ്ങനെയാ പറഞ്ഞത്. 17 വയസ്സുണ്ട്, പക്ഷെ ഷീ ഈസ് ജസ്റ്റ് 12 ഇൻ ഹർ മൈൻഡ്. 12 or 13 ബുക്സ് ഒക്കെ വായിച്ചിരിക്കുന്ന, സോഷ്യലി വിഡ്രോൺ ആയിട്ടിരിക്കുന്ന അത്ര ഒരു മെന്റൽ ഏജേ ഉള്ളൂ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് ഇത് മറ്റൊരാളുടെ ചിലപ്പോൾ പറഞ്ഞിട്ടെങ്കിൽ ചിലപ്പോൾ എഴുതുന്നുണ്ടാവുമായിരിക്കും. വാട്ട് എവർ ഇതിന്റെ ഒരു
പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എപ്പോഴും പലരും എത്ര എഴുതിയാലും പലപ്പോഴും പല കഥകളും ഇവിടെ സിനിമയാവാതെ സീരിയസ് ആവാതെ പോകുന്നത് അവരിൽ ഇതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്യുന്നത് അതിലൊരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ, ഞാൻ എഴുതി തീർത്തു, ഇത്ര എപ്പിസോഡുകൾ ഞാൻ വായിച്ചു തീർത്തു, ഓക്കെ ഞാൻ ഇതിൽ ഹുക്ഡ് ആണ്, പ്രേക്ഷകർ ഹുക്ഡ് ആയിരിക്കും, അത് ക്രാക്ക് ചെയ്യുന്ന മൊമെന്റ് എന്താ ശരിക്കും? അല്ല, നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു 3-4 ഏരിയ എങ്കിലും മിനിമം വേണം. അതുണ്ടോ എന്ന് ഞാൻ നോക്കും. പാട്ട് എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പുതുമ ഏതെങ്കിലും ഒരു ഭാഗത്ത് എനിക്ക് കിക്ക് കിട്ടുന്നുണ്ടോ? അപ്പൊ ഇതിനകത്തുള്ള ക്ലൈമാക്സിൽ തന്നെ എനിക്ക് ആ കിക്ക് കിട്ടിയിരുന്നു. അത് പറയാത്തൊരു എൻഡ് ആയിരിക്കും ഈ സ്റ്റോറിക്കുള്ളതെന്നുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ ഒരു കുട്ടിയുടെ എന്റെ ഒരു പ്രമേസ് തന്നെ ഒരു പുതുമയുണ്ട്. പ്രമേസും ക്ലൈമാക്സും ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാണ്. പക്ഷെ പ്രമേസിൽ തന്നെ ഒരു ക്ലൈമാക്സ് പറയാതെ ഇതിന്റെ പ്രമേസ് മാത്രം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീമർ ആയിട്ടുള്ളൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഡ്രീമിൽ അല്ലെങ്കിൽ നൈറ്റ് മയേഴ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പച്ചക്കണ്ണുകളുള്ള ഒരു വ്യക്തി, ആ വ്യക്തി റിയൽ ലൈഫിൽ ഉണ്ടോ ഇല്ലയോ തോന്നലാണോ, ആ വ്യക്തി ആ കുട്ടിക്കും ആ കുട്ടിയുടെ ഫാമിലിക്കും എന്തോ മോശം ഉണ്ടാക്കാൻ വേണ്ടി പുറകെ കൂടുന്ന ഒരാളാണെന്ന് ഈ കുട്ടി ഒബ്സഷൻ പോലെ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ഒരിക്കൽ നേരിട്ട് കണ്ടാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു മുഖച്ഛായുള്ള വേറൊരു പൂച്ചക്കണ്ണുള്ള ഒരാളെ ആ കുട്ടി കണ്ടാൽ എന്തായിരിക്കും എന്നൊക്കെയുള്ള ചിന്ത തന്നെ എനിക്കൊരു കിക്കുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഇത് സീരീസ് അതിന്റെ സ്വഭാവത്തിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ തന്നെ സീരീസുകളുടെ ഒരു പങ്ക്ച്വേഷൻ ഉണ്ടല്ലോ. നമ്മൾ സിനിമ ഇപ്പൊ ഇന്ത്യൻ സിനിമയുടെ ഒരു പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിൽ ഒരു ലാൻഡിങ് സീൻ, പിന്നെ ഇന്റർവെൽ, നമുക്കുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റർവെൽ പഞ്ച്, പിന്നെ ഒരു വലിയ ക്ലൈമാക്സ്. പക്ഷെ സീരീസിന്റെ ഒരു സിന്റാക്സ് വേറെയാണല്ലോ. ഇത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഒരു സീരീസിന്റെ സിന്റാക്സ് ഉള്ള പോലെ തോന്നി. ഒരു ഇതിന്റെ പേസ് ഒന്നാമത് വളരെ ഫാസ്റ്റ് പേസ്ഡ് അല്ല. അപ്പൊ അതിന്റെ പതിഞ്ഞ താളത്തിൽ തന്നെ പോകുന്ന ഒരു സംഭവമാണ്. അങ്ങനെ പോകുമ്പോൾ പോലും ഒരു മൊമെന്റ്, ഒരു ക്ലിഫ് ഹാങ്ങർ മൊമെന്റ് ഉണ്ട്. എക്സാക്ട്ലി അതേ സ്പേസിംഗിൽ തന്നെ അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ അത് സീരീസിന്റെ ഒരു ഫോമാറ്റ് ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഹോട്ട്സ്റ്റാറിന്റെ അടുത്തുള്ള നറേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ആസിഡ് ടെസ്റ്റ് ആയിരുന്നു. അതിനുമുമ്പ് ജിത്തു സാറിന്റെ അടുത്തുള്ള നറേഷൻ, ഞാൻ സുമേഷും പോയി ആദ്യം നറേറ്റ് ചെയ്തത് ജിത്തു ജോസഫ് സാറിന്റെ അടുത്തൊരു സ്റ്റാൻഡ് ലോൺ നറേഷൻ ഉണ്ടായിരുന്നു. അപ്പം സാറിന്റെ മുഖത്തുനിന്ന് ഈ സാധനം കിട്ടുന്നുണ്ടോ എന്ന് സുമേഷ നറേറ്റ് ചെയ്ത സാറിന്റെ അടുത്ത്. അപ്പൊ ഞാൻ ഇപ്പുറത്തെ ഒരു കൗച്ചിൽ മാറിയിരിപ്പുണ്ട്. അപ്പൊ ഓരോ സാധനം കഴിയുമ്പോഴും സാറിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ആണ് ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി അങ്ങനത്തെ സിനിമകളുടെ എഴുത്തിന്റെ മാസ്റ്റർ ആണല്ലോ. അപ്പോ അവിടെ അത് ആ ഒരു ആസിഡ് ടെസ്റ്റ് പാസ്സായി. പിന്നെ ഹോട്ട്സ്റ്റാറിന്റെ അടുത്ത് ആ സമയത്ത് ഇന്ന് പലതും പറയുമെങ്കിൽ ആ സമയത്ത് മലയാളത്തിലുള്ള എല്ലാവരും, ഒട്ടുമിക്ക എല്ലാവരും സീരീസ് ഓണാക്കാൻ വേണ്ടി പല OTT പ്ലാറ്റ്ഫോമുകളുടെ അടുത്തും പോയി പിച്ച് ചെയ്ത് റിജക്ട് ചെയ്ത് തിരിച്ചു വരുന്ന കഥകൾ ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം ഞാൻ ലിറിസിസ്റ്റ് ആയിട്ട് പലരുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് വർക്ക് ചെയ്യുന്ന ആളോട്ടല്ല, ഞാൻ നാളെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുറെ പേര് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് തിരിച്ചു വരുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പോ ഞാനിത് അവതരിപ്പിക്കാൻ പോയി ഇരുന്നപ്പോ കേട്ട ഹോട്ട്സ്റ്റാറിലെ ലീഡായിട്ടുള്ള ആളുകളുടെ മുഖത്തും ഇത്തു സാറിന്റെ മുഖത്ത് കണ്ട അതേ എക്സൈറ്റ്മെന്റും കിക്കുകളും എനിക്ക് കാണാൻ പറ്റി. അവർ ഇമ്മീഡിയറ്റ്ലി തന്നെ യെസ് പറഞ്ഞു. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഓക്കെ, അവർക്കറിയാലോ അവരുടെ പ്ലാറ്റ്ഫോമിൽ എന്താ വരണ്ടെന്നുള്ളത്. എനിക്ക് അതാണ് സംശയം. അപ്പൊ നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ സെൻസിബിലിറ്റി വേറെയാ. ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് വരുന്ന ആളുകളുടെ സെൻസിബിലിറ്റി വേറെ. അവരുടെ സെൻസിബിലിറ്റി അങ്ങനെയല്ല. അവരുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണ് ഇഷ്ടം എന്നുള്ളതിന് പ്രോപ്പർ ഡേറ്റ ഉണ്ട്, പ്രോപ്പർ നമ്പേഴ്സ് ഉണ്ട്, ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് മലയാളത്തിൽ ഒതുങ്ങുന്നതല്ല. അവരിത് റോസ്ലിൻ ഇപ്പൊ സൈമൾട്ടേനിയസ്ലി മലയാളം, ഹിന്ദി, തെലുഗു, തമിഴ്, മറാഠി, ബംഗാളി ഇങ്ങനെയൊക്കെയാണ് റിലീസ് ആയിരിക്കുന്നത്. നമുക്ക് വന്നേക്കുന്ന റിവ്യൂസ് ഇപ്പൊ ഹിന്ദി റിവ്യൂസും തെലുങ്ക് റിവ്യൂസും ഒക്കെയാണ് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ റീച്ച് ഇവിടെ ഒരു സിനിമയ്ക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ അത്രയും പാൻ ഇന്ത്യൻ സിനിമയായിട്ട് പോകണം. ഇത് വേറെന്തോ ഒരു ബോൾ ഗെയിം ആണ് സംഭവം. ഏജ് ഗ്രൂപ്പ് വേറെ, ഡെമോഗ്രാഫിക്സ് വേറെ. അപ്പോൾ അത് ഓക്കെ ആണോ ഇല്ലെന്നുള്ള അവരുടെ ഡിസിഷനാണ് ഹോട്ട്സ്റ്റാറിന്റെ. അപ്പൊ ആ എക്സൈറ്റ്മെന്റിൽ അവർക്ക് ഇത് ഓൺ ആക്കാമെന്ന് അവർ പറഞ്ഞപ്പോ അതായിരുന്നു എന്റെ കോൺഫിഡൻസ്. ഈ പാട്ടെഴുത്തുകാരൻ എന്നൊരു ലേബിള്, അവിടെ നിന്നൊരു തിരക്കഥാകൃത്ത്, നേരത്തെ വിനായക പറഞ്ഞിട്ടുണ്ട്, ആഗ്രഹിച്ചത് തിരക്കഥാരചനയും സംവിധാനവും എന്നുള്ളൊരു പാത്തായിരുന്നു. തുടങ്ങുന്നത് പക്ഷെ ലിറിസിസ്റ്റ് ആയിട്ടാണ്. ഈ പാട്ടുകൾ ഇത്രയും നാളായിട്ട് എഴുതുന്നുണ്ടല്ലോ. നമ്മുടെ ഈ പറഞ്ഞ മസിൽ മെമ്മറി അടക്കം നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന എഴുത്തിന്റെ ഒരു സ്റ്റൈല് ഈ പറഞ്ഞ പാട്ടുകളായിരിക്കാം, കുറച്ചും കൂടെ വേർഡ് പ്ലേസ് ആയിരിക്കാം. അങ്ങനെ വർക്ക് ചെയ്യുന്ന വിനായക് ഇതിന്നൊരു ചേഞ്ചിലായിട്ട് സീനുകൾ എഴുതുന്നു, ഡയലോഗുകൾ എഴുതുന്നു, സീൻ ഓർഡറുകൾ സെറ്റ് ചെയ്യുന്നു, ക്ലിഫ് ഹാങ്ങേഴ്സ് ഉണ്ടാക്കുന്നു. ഈ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഓൺ ഗോയിങ് ജേണിയിൽ വരുന്ന ഒരു പുതിയ മാറ്റം, എന്നാൽ ആഗ്രഹിച്ച മാറ്റം, അത് അഡാപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിന് ശരിക്കും എന്തായിരുന്നു ആ ഒരു പ്രോസസ് എന്തായിരുന്നു? ഇല്ല റാൽഫ്, എനിക്ക് പറയാനുള്ള കഥകൾ എനിക്ക് എന്റെ കഥയിൽ കൂടെ പറയാൻ പറ്റുള്ളൂ. പാട്ട് എഴുതാൻ പോകുമ്പോൾ ഞാൻ അവരുടെ കഥകൾ കേൾക്കുന്നു, അവരുടെ സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ സ്ക്രിപ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്ന പാട്ടുകൾ ഉണ്ടാക്കുക. അത് എനിക്ക് എക്സൈറ്റ്മെന്റ് കിക്കുള്ള കാര്യമാണ്. കാരണം
ഇപ്പം നമ്മളിപ്പോ ആവേശം പോലത്തെ സിനിമ അല്ലെങ്കിൽ പൈങ്കിളി പോലത്തെ സിനിമയുടെ സെൻസ്, ഇപ്പൊ ആവേശത്തിന്റെ പൈങ്കിളി സെൻസിബിലിറ്റി രണ്ടാണ്. അതിലല്ല ഞാൻ ദൃശ്യം 3 പാട്ടുകൾ എഴുതുന്നത്. അപ്പോൾ ആ ഓരോ മേക്കേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും തലയ്ക്കകത്ത് കയറിയിരുന്ന ആ സ്ക്രിപ്റ്റും ക്യാരക്ടേഴ്സും മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിൽ പാട്ട് എഴുതുക എന്നുള്ളതാണ് ഞാൻ ചെയ്തു വന്ന പ്രോസസ്സ്. അപ്പോൾ അവരുടെ കഥകൾ എനിക്ക് എക്സൈറ്റ് ചെയ്യാറുണ്ട്, അതിലെ ഡെപ്തിലേക്ക് ഞാൻ പോകാറുണ്ട്. അപ്പൊ അതാണ് അവിടെ ഒന്നും എനിക്ക് എന്റെ കഥ പുറത്തെടുക്കാൻ പറ്റാറില്ല. അപ്പൊ എന്റെ മനസ്സിൽ വരുന്ന കഥകൾ പറഞ്ഞെങ്കിൽ ഞാൻ തന്നെ എഴുതണല്ലോ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു എപ്പോഴും ഈ എഴുത്തിന്റെ ഒരു സ്ട്രക്ചറും ഫോർമാറ്റ് ഒക്കെ പറയുമല്ലോ, അത് പലരും അത് ഫോളോ ചെയ്യുന്നവരുണ്ട്, അതല്ലാതെ എഴുതുന്നവരുണ്ട്. വിനായകന്റെ ഒരു പ്രോസസ് ഓഫ് റൈറ്റിംഗ് എങ്ങനെയായിരുന്നു? എനിക്ക് ഈ പേന പേപ്പർ എടുത്ത് പണ്ടേ ഇഷ്ടമല്ല. പാട്ട് പോലും ഞാൻ പേന പേപ്പർ എടുത്ത് ആദ്യകാലത്തൊക്കെ സീനിയേഴ്സിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യോ, കാരണം ഞാൻ പാട്ടുകാരൻ തുടങ്ങുന്ന 18 വയസ്സിലൊക്കെയാണ്. അന്ന് എന്റെ മുഖം കണ്ടാലും നടപ്പ് കണ്ടാലും ഒന്നും പാട്ട് എഴുത്തുകാരനാണെന്ന് പറയില്ല. അപ്പൊ അതിന്റെ കൂടെ ഞാൻ പേനയും കൂടെ പേപ്പറും കൂടെ എടുക്കാതെ വന്നു കഴിഞ്ഞാൽ തിരിച്ചിടും. അപ്പൊ ഞാൻ അതിനുവേണ്ടി ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പക്ഷെ വൺസ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കംഫർട്ടബിൾ ആയി തുടങ്ങിയതിനു ശേഷം ഞാൻ ടൈപ്പ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് തന്നെ എനിക്ക് പാട്ടി പറ്റാറില്ല. അപ്പൊ സ്ക്രിപ്റ്റിൽ പോലും ഞാൻ പ്ലോട്ട് പോയിന്റ്സ് പറഞ്ഞിടും. കൂടുതൽ ഓഡിയോ മെസ്സേജസ് ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ വെക്കും. എനിക്ക് തന്നെ പിന്നെ നടക്കുമ്പോഴോ കേൾക്കാനൊക്കെ ആയിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ അതിന്റെ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് പോലെ എഴുതി വെക്കും. പിന്നീട് എടുത്തു നോക്കി കഴിഞ്ഞാൽ എനിക്കപ്പോ ഫ്ലോ മനസ്സിലാവും. ഡീറ്റെയിൽഡ് സീനിലേക്ക് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യണമല്ലോ ഹോട്ട്സ്റ്റാർ. നറേറ്റ് ചെയ്യാൻ എനിക്ക് എളുപ്പമാണ്, ഇത് എഴുതി സബ്മിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നെങ്കിൽ എഴുതിപ്പിക്കായിരുന്നു. എനിക്ക് എഴുതാൻ ഭയങ്കര മടിയാണ്. അപ്പൊ പക്ഷെ അവരത് വേണം എന്നുള്ളത് കൊണ്ട് ഇരുന്ന് എഴുതി. ബിക്കോസ് എനിക്ക് പ്രോസസ് മാനുവൽ ആയി കഴിഞ്ഞാൽ എന്റെ കിക്ക് പറയും. നമുക്ക് ഓൾറെഡി അറിയുന്ന കഥ പേപ്പറിൽ എഴുതും വേണമല്ലോ. അതിന്റെ ഒരു സാധനം എനിക്കില്ല, ഇരുന്ന് എഴുത്ത് പരിപാടി എനിക്കില്ല. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഈ ക്രാഫ്റ്റിംഗ് കൊണ്ട് എന്റെ മനസ്സിൽ നടന്നു കഴിഞ്ഞില്ല, പേപ്പറിലാക്കുന്നതിന് മുമ്പേ തന്നെ സംഭവിച്ചു. 2 ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ടെക്നിക്കലി പേര് പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞാൽ എഴുതി തുടങ്ങിയിട്ട് കഥ ഫുൾ അറിയാതെ തന്നെ എഴുതി തുടങ്ങും ചിലര്, അറിയില്ല. എഴുതുന്ന ജേർണിയിലാണ് അവർക്ക് ഫിഗർ ഔട്ട് ചെയ്ത് വരുന്ന ഇത് എങ്ങോട്ട് പോകണം എന്നുള്ളത്. എനിക്ക് ആ ടൈപ്പ് ഓഫ് വർക്കിംഗ് പറ്റില്ല. എനിക്ക് ഓൾറെഡി ആ സ്ട്രക്ചർ അറിയാം, ഇത് എങ്ങോട്ടാ തുടങ്ങുന്നത്, എങ്ങോട്ടാ പോകുന്നത്, എന്താ തീരുന്നത് എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. അതെന്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. പിന്നീട് അത് എപ്പോഴെങ്കിലും പോയിരുന്ന എനിക്കത് മറന്നു പോകുന്നതിന് മുമ്പ് എഴുതിയാൽ മതി. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ പറഞ്ഞ മറ്റൊരു തലം കൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയമാണ് വിനായക്. ഈ വാല്യൂ ചെയ്യപ്പെടാന്നുള്ളതുണ്ടല്ലോ, നമ്മളൊരു ആർട്ട് ഫോമിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരു ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്ന വലിയ രീതിയിൽ അപ്രിസിയേഷൻ ഉണ്ട്. അതിന്റെ ഒരു ലോങ് സ്ട്രേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്നുള്ളത് ഇനി ഉള്ള ജേർണിയിൽ ഇതിനോടൊപ്പം തന്നെ ലിറിസിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ കരിയറിന്റെ ഒപ്പം തന്നെ റൈറ്റർ വിനായക് എന്നുള്ളത്, അതും ഇത്ര തന്നെ പേസിൽ ഇത്ര തന്നെ ആവേശത്തോടെ വേഗതയോടെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കരിയർ പാത്താണോ? എന്താ ശരിക്കും ഇനിയുള്ള ഒരു പ്ലാനിൽ എങ്ങനെയാ? ഇല്ല, പ്ലാനിൽ മെയിൻലി പാട്ടെഴുതി മുമ്പോട്ട് പോവാന്നുള്ളത് തന്നെയാണ് പ്ലാൻ നമ്പർ 1. അതിന്റെ ഒരു ഫ്ലോ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നിടത്തോളം കാലം അതങ്ങനെ തന്നെ പോണം. ഇടയ്ക്ക് മുറക്കുമായിട്ട് ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, ലോക്ക്ഡൌണിൽ ആ സമയത്ത് വേറെ നമ്മളെല്ലാം അപ്പൊ ആ സമയത്ത് വന്നൊരു കഥയാണ്. അതിനുശേഷം എനിക്ക് കഥകൾ വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്വഭാവമുള്ള കഥകളാണ്, റോസലിനുമായിട്ട് ബന്ധമുള്ള കഥകളല്ല. അപ്പൊ അത് ഉറപ്പായിട്ടും വരും വർഷങ്ങളിൽ കഥ ഇരുന്ന് പഴകി പോകുന്നതിന് മുമ്പേ എത്രയും വേഗം എനിക്കൊരു കഥ വരുമ്പോ തന്നെ കിക്കുള്ള കഥയാണെങ്കിൽ ഞാൻ പ്രൊസീഡ് പോലും ചെയ്യുള്ളൂ. കിക്കുള്ള ത്രെഡുകളാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമുക്ക് എത്രയും വേഗം 10 പേരുടെ പറയാനാണ് നമുക്ക് ത്വര. അപ്പൊ തന്നെ നമുക്ക് ഏറ്റവും ക്ലോസ് സർക്കിൾ ഉള്ള 2-3 പേരെ ഞാൻ വിളിച്ചിട്ട് ഒരു കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഞാൻ ഇരുന്ന് നറേറ്റ് ചെയ്യും. എനിക്ക് ആ കിക്ക് ഭയങ്കര, അവരുടെ റിയാക്ഷൻ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് അധികം വൈകാതെ തന്നെ പ്രേക്ഷകരെ കാണിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് വരും വർഷങ്ങൾ അതും സംഭവിക്കും പാട്ടിന്റെ കൂടെ തന്നെ. ഈ നമ്മളിപ്പോ ഇത്രയും സംസാരിക്കുന്ന കൂട്ടത്തില് ഇപ്പൊ നമ്മൾ ഈ ഹിച്ച്കോക്കും പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും ഗസ്റ്റിന്റെ അടുത്ത് ഈ ഒരു ഇന്റർവ്യൂ സീരീസിൽ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ്, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ സിനിമയിൽ എന്തോ ഒരു മാജിക് ഉണ്ട്, ഇതിന്റെ ഒരു സിനിമ പാരഡൈസ് മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഹിറ്റ് ചെയ്യുന്നുണ്ട് പോയിന്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇത് കൊള്ളാം, ഞാനിപ്പോ ക്രിക്കറ്റ് കളിക്കുന്ന പോലെയോ ഫുട്ബോൾ കളിക്കുന്ന പോലെയോ വേറൊന്നുമല്ല, ഇതിലെന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള 2-3 സിനിമകൾ. ഒന്ന് കാഴ്ച. കാരണം ഞാൻ ചൈൽഡ്ഹുഡ് മുതലേ TV-യിൽ സിനിമകൾ കാണുമ്പോൾ നമ്മള് ഹ്യൂമർ സിനിമകളും അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടൊക്കെയാണ് പോയത്. അങ്ങനെ ഇരിക്കുകയാണ് തിയേറ്ററിൽ ഈ കാഴ്ച എന്നുള്ള സിനിമ കാണാൻ വേണ്ടി പോയത്. എന്നെ ഹിറ്റ് ചെയ്ത് കൊന്നു കളഞ്ഞ സിനിമ 2004 തോന്നുന്നത്. അപ്പോൾ എനിക്ക് അന്ന് 10 വയസ്സെന്തേ ഉള്ളൂ, 9-10 വയസ്സ്. അപ്പോൾ അത് കണ്ടിട്ട്
ഞാൻ ബ്രോക്കൺ ആയിപ്പോയി. അപ്പൊ എന്ന് വെച്ചാൽ തിയേറ്ററിൽ ലൈറ്റ് തെളിഞ്ഞിട്ടും ഞാൻ കരഞ്ഞു നിർത്തിട്ടില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. എല്ലാവരും തിയേറ്ററിൽ നിന്ന് പോവുക. അപ്പം എന്റെ കൂടെ വന്ന പേരൻസ് എന്നെ വലിച്ചിട്ട് ഞാൻ അനങ്ങുന്നില്ല. ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ താത്തിയിട്ടിട്ട് ഞാൻ മറ്റേ വിതുമ്പി കരയാണ്. അപ്പൊ എനിക്ക് എന്തോ ഇപ്പൊ പോലും ഇത്രയും വർഷം കഴിഞ്ഞു, 22 വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞു, ഇപ്പൊ പോലും എനിക്ക് ആ സിനിമയുടെ ഒരു സീനോ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോ കേട്ടാൽ ഞാൻ ഇരുന്ന് കരയും. എനിക്കത് വളരെ പേഴ്സണലാണ്. അത് ഞാൻ മമ്മൂക്കയുടെ ഒരു ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു നോട്ടാക്കിയിട്ട് ഞാൻ മമ്മൂക്കയ്ക്ക് വാട്സാപ്പിലൊക്കെ അയച്ചു. അപ്പോൾ കാഴ്ചയാണ് എനിക്ക് സിനിമയുടെ കാഴ്ച ഇത്രത്തോളം നമ്മൾ ഉലക്കി ഒന്ന് മനസ്സിലാക്കി തന്ന ഒരു അനുഭവം. അൺറിയൽ ആയിട്ട് എന്തൊക്കെയോ എന്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയൊക്കെ അന്ന് അടർന്നു പോയി തിരിച്ചിതുവരെ കിട്ടിയിട്ടില്ല. അത്തരത്തിലൊരു ഫിലിം കാഴ്ച. 2 ഒരു 1946 ഫിലിമാണ് ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് എന്ന് പറഞ്ഞ ഫ്രാങ്ക് ക്യാപ്രയുടെ ഫിലിമാണ്. അതും ഈ പറഞ്ഞ പോലെ ലൈഫിനെ ഭയങ്കര അപ്രിഷിയേറ്റീവായിട്ട് നമ്മൾ നോക്കിക്കാണാൻ സഹായിക്കുന്ന ഒരു സിനിമയാണ്. ക്രിസ്മസ് സീസൺസിൽ റിപ്പീറ്റഡ്ലി കാണാൻ പറ്റുന്ന 46 ഇറങ്ങിയ സിനിമ എന്ന് പറയുമ്പോൾ 80 വർഷമായി ഈ വർഷം. അപ്പൊ അത്രയും പഴയ സിനിമകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, പക്ഷെ ഫുൾ കണ്ടു കഴിഞ്ഞാൽ വർത്ത് ദ ടൈം ആണ്. ഒരു തെറാപ്പി ഫിലിമാണ് ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ്. പിന്നെ ഗ്രൗണ്ട് ഹോഗ് ഡേ എന്നുള്ള ടൈം ലൂപ്പ് സിനിമകൾ ഇപ്പൊ കണ്ടമാനം പിന്നെ നമുക്ക് വന്നെങ്കിലും അതിന്റെയൊക്കെ ആദ്യം സംഭവിച്ച സിനിമ അതാണെന്ന് അറിയില്ല. ആദ്യം ഞാൻ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമ ഗ്രൗണ്ട് ഹോഗ് ഡേ ആണ്. അത് എപ്പോൾ കണ്ടാലും ഏത് പോയിന്റ് പോലും എനിക്ക് ഗ്രൗണ്ട് ഹോഗ് ഡേ കാണാം. ബാക്കി അങ്ങ് ലാസ്റ്റ് വരെ ഇരുന്ന് കണ്ടോളും. ഇത് മൂന്നുമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമകൾ. ഗുരു ഇഷ്ടമാണ് എനിക്ക്, മലയാളത്തിലെ ഗുരു. പ്രത്യേകിച്ച് അതിനകത്ത് അന്ധരുടെ താഴ്വരയിൽ രഘുരാമൻ കയറിയതിന് മുതൽ അങ്ങോട്ടുള്ള ഏരിയ ആണ് ഞാൻ കാണാറുള്ളത്. അതിന് മുമ്പുള്ള ഏരിയ അറിയാം. മറ്റേത് ഞാൻ റിപ്പീറ്റഡ്ലി കാണും. ഞാൻ വിശ്വസിക്കുന്ന കുറെ ഐഡിയോളജീസുമായിട്ട് ഏറ്റവും മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു തോട്ടുള്ള സിനിമയാണ്. മതം കൊണ്ടുള്ള കാഴ്ചയില്ലായ്മ. മറ്റേത് കാഴ്ചയാണെങ്കിൽ ഇത് കാഴ്ചയില്ലായ്മ എന്താണെന്നുള്ളതും ഒക്കെ മനസ്സിലാക്കി തരുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു സിനിമയാണ് ഗുരു. പിന്നെ ഗോഡ് ഫാദർ അങ്ങനെ പറയാൻ മലയാളം ഗോഡ് ഫാദർ. അത് ഡെഫിനിഷൻ ഓഫ് എ കൊമേഴ്ഷ്യൽ മലയാള സിനിമ എന്താണെന്നുള്ളതിന് ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ ഉത്തരവാണ് ഗോഡ് ഫാദർ. അത് അതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. നമുക്ക് എല്ലാം ഉള്ള റൈറ്റിങ്ങും ക്യാരക്ടറൈസേഷനും എല്ലാം ഉള്ളൊരു ബൈബിളാണ്. പിന്നെ ഓഫ് കോഴ്സ് ദൃശ്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ദൃശ്യത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ത്രില്ലർ സിനിമകളുണ്ട്, ത്രില്ലടിക്കാൻ ഇഷ്ടമാണ്. ഇമോഷണൽ സിനിമകളുണ്ട്, നേരത്തെ പറഞ്ഞ കാഴ്ചയൊക്കെ കണ്ട് കരയുന്ന കരയാൻ ഇഷ്ടമാണ്. ഇത് രണ്ടും കൂടെ സംഭവിച്ച ഒറ്റ സിനിമ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ദൃശ്യം കണ്ടിട്ട് ഒരു സിനിമ തന്നെ ത്രില്ലടിപ്പിച്ചിട്ടുമുണ്ട്, കണ്ണ് നനയിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ ദൃശ്യം മാത്രമേ എനിക്കുള്ളൂ. അതിന്റെ അവസാനത്തെ ആ മൊണോലോഗില്ല, സിദ്ദിഖിക്കയുടെ മൊണോലോഗ്, അത് കഴിഞ്ഞ് ലാലേട്ടന്റെ തിരിച്ചു വരുന്ന അവിടെ ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. അവരുടെ മോഡുലേഷൻസിലും വർത്തമാനത്തിലും. അപ്പൊ ഒരേ സിനിമ തന്നെ എന്നെ ത്രില്ലും അടിപ്പിച്ച് കരയിച്ചു എന്നുള്ളത് ഇപ്പൊ പോലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊരു സിനിമയ്ക്ക് എനിക്ക് പറ്റിയിട്ടില്ല. ആൻഡ് ഒരു ലാസ്റ്റ് ഒരു ഫിലിം വേണമെങ്കിൽ സൈൻ ഓഫ് ചെയ്യാൻ വേണ്ടി പറയുന്നത് വൈൽഡ് ടൈൽസ് എന്ന് പറഞ്ഞിട്ട് ഡാമിയൻ ഷിഫറിന്റെ ആന്തോളജി അർജന്റീനിയൻ ഫിലിം. അത് ഒരു വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. വിനായകൻ പറയുമ്പോൾ എല്ലാ ജോൺറയും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിലൊരു മറ്റേ സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാത്തിനുള്ളൊരു ഭയങ്കര വലിയൊരു ഇഷ്ടം അതില്. എനിക്ക് എല്ലാത്തിലും അങ്ങനെ എന്റെ പാട്ടും നിങ്ങൾ എനിക്ക് അങ്ങനെ ഒരെണ്ണത്തിൽ കുടുങ്ങി കിടക്കാൻ പറ്റൂല. എനിക്ക് ബോറടിക്കും. അപ്പൊ മെലഡിക്ക് സമയത്ത് മെലഡി എഴുതി പോവും, അപ്പുറത്ത് ഫൺ എഴുതുമ്പോൾ എല്ലാ ജോൺറയും എനിക്ക് ഓക്കെയാണ്. ഇതില് ഞാൻ ഇപ്പൊ പല ആവർത്തി വിനായക് പല പാട്ടുകളെ പറ്റി നമ്മളുടെ പല ഇന്റർവ്യൂലാണെങ്കിലും അല്ലാതൊക്കെ സംസാരിച്ചിട്ടുള്ളതാ. ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ടുള്ളതും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ കണ്ടപ്പോഴൊക്കെ മറന്നുപോയിട്ടുള്ള കാര്യമാണ് ഈ നീലാകാശത്തിലെ മറ്റേ താഴ്വാരം എന്നുള്ള പാട്ടുണ്ടല്ലോ. ഇതിന്റെ ബ്രീഫ് എന്തായിരുന്നു അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. കാരണം ആ പാട്ട് നമ്മൾ നേരത്തെ പലർക്കും തെറാപ്പിയാണ് ആ പാട്ട്. പലരും അതിൽ മറ്റേ അവരുടെ ഹൈ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കേൾക്കുന്ന പാട്ടാണ്. എന്താ ശരിക്കും അന്ന് കിട്ടിയൊരു ബ്രീഫ് എന്തായിരുന്നു? ഇല്ല, നീലാകാശിൽ എനിക്ക് ബ്രീഫിനേക്കാൾ അപ്പുറത്തേക്ക് പടമാണ് കിട്ടിയത്. ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സിനിമയിൽ എനിക്ക് പാട്ടെഴുതാൻ ചാൻസ് കിട്ടുന്നത് പോകുന്നത്. ബൈ ദാറ്റ് ടൈം അതിന്റെ ഫസ്റ്റ് എഡിറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ റെക്സേട്ടൻ സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നതും. അപ്പൊ സമീർക്ക് പടമാണ് ഇട്ട് കാണിച്ചത്, എന്നാ കണ്ടോ. ആദ്യം മറ്റേ ദൂരെ ദൂരെ എന്നുള്ള പാട്ട് വരുന്ന ഏരിയയിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സോങ്. അത് വിത്ത് വിഷ്വലാണ് കാണുന്നുണ്ട്. കറക്റ്റ് എഡിറ്റ് വരാം. അവര് വേറെ ഏതോ മ്യൂസിക് എഡിറ്റ് വെച്ചിട്ടുണ്ട്. അടുത്തത് നീർപ്പളുങ്കങ്ങൾ, ഇതാണ് നമ്മുടെ സെക്കൻഡ് സോങ്. അതേ താഴ്വാരം വന്നപ്പോ ഇതാണ് തേർഡ് സോങ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ദൂരെ ദൂരെയും
താഴ്വാരം പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടും ജേർണീസ് ആണ്, ബൈക്ക് ജേർണീസ് ആണ്. അപ്പോൾ രണ്ട് പ്രകടമായി വ്യത്യസ്തമായിരിക്കണം പക്ഷെ, അല്ലെങ്കിൽ ഒരുപോലെ തോന്നും. അപ്പൊ പക്ഷെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമുക്ക് അതിന്റെ ആവേശമാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് ഹിമാലയ അടിക്കാൻ പോണു, വാ പൊളിക്കാം എന്നുള്ള മൂഡിലാണ് പോകുന്നത്. അപ്പൊ ദൂരെ ദൂരെ എന്നുള്ളത് അതിന്റെ ഒരു അഡ്രിനാലിൻ പമ്പിങ് സ്വഭാവത്തിൽ എഴുതാം. പക്ഷെ താഴ്വാരം എന്നുള്ള സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്ത് ആ സമയത്ത് ഇവര് കുറെ ട്രാവൽ ചെയ്ത് കഴിയും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൂടെ നമ്മൾ ലോകം കാണും, നമ്മുടെ വേദനകൾ നമ്മൾ കുറെയൊക്കെ മറക്കും, ചിലതൊക്കെ യൂസ് ടു ആവും, ചില റിയാലിറ്റീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യും, നമ്മൾ മൊത്തത്തിൽ മെച്യൂർഡ് ആവും. പിന്നെ വരുന്ന പാട്ടിന് ആ മെച്യൂരിറ്റി ഉണ്ടാവണം. അപ്പൊ താഴ്വാരത്തിന് ദൂരെ ദൂരെയുടെ അഡോളസൻസ് എന്നുള്ള അഡോളസൻസ് ദൂരെ ദൂരെയുടെ അഡ്രിനാലിൻ പമ്പിങ് അല്ല വേണ്ടത്. ഇപ്പുറത്ത് കുറച്ചുകൂടെ മെല്ലോ ആയിട്ട് ലൈഫിനെ സെറ്റിൽഡ് ആയിട്ടുള്ള ബിറ്റർ സ്വീറ്റ് ആണ് ലൈഫ് എന്നുള്ള തിരിച്ചറിവിൽ, ബാക്കി മറ്റേ നേരത്തെ പോകുന്ന 120 സ്പീഡിലാണെങ്കിൽ ഇപ്പൊ 60 സ്പീഡിൽ പോവാ, അത്രയും മതി, ഓടിച്ചെന്നിട്ട് അവിടെ എത്താനില്ല എന്നുള്ളത് തിരിച്ചറിയണം. അതാണ് താഴ്വാരം. അതിൽ കുട്ടികളുടെ കോറസ് പോർഷൻ ഒക്കെ അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ ലൈഫ് എന്നുള്ളതാണ്. അതിന്റെ ഒരു മെല്ലോ ആൻഡ് വളരെ ലവിങ് ആയിട്ടുള്ള ഒരു നമ്മള് റിയാലിറ്റി അപ്രീഷിയേറ്റീവ് ആവുന്നുണ്ട്. നമ്മൾ ഒരേ ബൈക്ക് ഓടിക്കുമ്പോഴും നമ്മുടെ മൂഡ് അനുസരിച്ച് നമ്മൾ കാണുന്ന കാഴ്ചകൾ സെയിം സ്ഥലത്തൂടെ ആയിരിക്കും നമ്മൾ ഡെയിലി യാത്ര ചെയ്യുന്നതെന്ന് വെക്കുക. യു ഹാവ് എ റുട്ടീൻ, നമ്മൾ വീട്ടിൽ നിന്ന് വർക്ക് സ്പേസ് വരെ ഡെയിലി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഉള്ളത്, പക്ഷെ ഡെയിലി നമ്മുടെ മൂഡ് അനുസരിച്ച് നമ്മൾ കാണുന്നത് മാറും. ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാ. അപ്പൊ അതാണ് അതിന്റെ ഒരു ബേസിക് തിങ്കിങ്. ഈ എപ്പോഴും ക്യൂരിയസ് ആയിട്ടുള്ളത്, ഒരാളൊരു ട്രെൻഡ് സെറ്റർ ആവുന്നു, അതായത് പാട്ടുകൾ ഹിറ്റ് ആവുന്നു, ഇത് ചർച്ചയാവുന്നു, ഉറപ്പായിട്ട് ആ വിസിബിലിറ്റി, ഈ ഡിസ്കഷൻ ഓൺ എയർ നടക്കുന്നുണ്ട്. അവിടെ ഓരോ തവണ ഇയാൾ ബാക്ക് ടു ബാക്ക് സിനിമകളുടെ ഭാഗമായി വരുന്ന സമയത്തേക്ക് ഇത് ഡിമാൻഡ് ചെയ്യപ്പെടുമല്ലോ. ഈ പറഞ്ഞ ഇയാളാണ് എഴുതണം, ഈ ഇവരെ കോംബോ ആണെങ്കിൽ ആ പാട്ട് ഹിറ്റ് ആയിരിക്കണം, അതൊരു ഹിറ്റ് ആവും. ഇതൊരു പ്രഷർ ബബിളായി തോന്നിയിട്ടുണ്ട്. അതിൽ സർവൈവ് ചെയ്യാന്നുള്ളത് അങ്ങനെ കൺസേൺസ് മാറ്റി വെച്ച് എഴുതുന്നതാണോ? മാറ്റിവെച്ചാൽ പോലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇത് അറിയാതെ പോകുന്നില്ലല്ലോ. എങ്ങനെ ശരിക്കും അതിലൊരു സർവൈവൽ ട്രെൻഡ് സെറ്റർ ആയി നിലനിൽക്കുക എന്നുള്ളത് ടഫ് ജോബാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു പാട്ട് സൂപ്പർ ഹിറ്റ് അടിക്കുമ്പോൾ നമ്മൾ ആ പാട്ട് നമ്മുടെ മനസ്സിൽ ടിക്കിട്ട് കഴിഞ്ഞു, ഇത് ചെയ്തു, നമുക്കിനി അടുത്ത് ചെയ്യാത്തത് ചെയ്യാം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഈ പാട്ട് അയാൾ ഹിറ്റ് അടിച്ചു, ഇതുപോലത്തെ പാട്ടുകൾക്ക് അയാളാണ് നമ്പർ 1, അയാളെ തന്നെ വിളിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന 20 കോളുകൾ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ പാട്ടുകൾ എഴുതാനാണ്. ഇത് ഭയങ്കര ഐറോണിക് കോൺട്രഡിക്റ്റിംഗ് സാധനമാണ്. ഇതിലൊരു ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിൽ തന്നെ 20 എണ്ണം വന്നു കഴിഞ്ഞാൽ അതിൽ 10 എണ്ണമായിട്ട് എടുത്തിട്ട് 10 എണ്ണം വേണ്ടാന്ന് വെക്കുക. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ആ ബാലൻസ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എവിടെയാണ് ആ ബാലൻസ് റീച്ച് ചെയ്യേണ്ടത് അതൊന്ന്. അപ്പൊ തന്നെ ഞാൻ പാരലി ശ്രമിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റൽ ആവാൻ പറ്റുന്ന, നമുക്കൊരു ഹിറ്റ് അടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഉടനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡൗൺ ഫേസ് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ സേഫ് സോൺ കുറച്ച് സേഫ് സോൺ പിടിക്കണം. മലയാളത്തിലെ സേഫ് സോൺ മെലഡീസ് ആണ്. മെലഡീസ് ആണ്. അപ്പൊ മെലഡീസ് എഴുതാൻ എനിക്ക് കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ആശാനിലെ ഇപ്പൊ കുഞ്ഞിക്കോൾ മേഘമേ ചിറകയും ചിന്നാമ്പലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കുഞ്ഞിക്കോൾ മേഘമേ എത്രയോ പേർക്ക് ഇഷ്ടമാണ്. അപ്പൊ അത്തരത്തിലൊരു പാട്ട് എഴുതാൻ എനിക്ക് ആക്ച്വലി ജോണേട്ടനെ പോലൊരു വിഷണറി കൂടെ വേണം. പക്ഷെ എന്നാ പോലും എക്സ്പെരിമെന്റൽ സ്വഭാവമല്ല. എനിക്കറിയാം ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടും എന്നുള്ളത് കുഞ്ഞിക്കോൾ എഴുതുമ്പോൾ തന്നെ അറിയാം. ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റും. ഇത് ആൾക്കാരെ ഇഷ്ടപ്പെടുത്താനും സാന്ത്വനിപ്പിക്കാനും കെട്ടിപ്പിടിക്കാനും പോകുന്ന പാട്ടാണ് കുഞ്ഞിക്കോൾ എന്ന് നമുക്കറിയാം. പക്ഷെ വേറെ ചില പാട്ടുകൾ എഴുതുമ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ പൈങ്കിളിയിലെ പാട്ടുകൾ എഴുതുമ്പോൾ അങ്ങനെയല്ല. അല്ലെങ്കിൽ കളങ്കാവലിലെ അത് ട്രൈ ഔട്ട് ചെയ്യുമ്പോ 80s ഒരു ഇളയരാജ പാട്ട് ആണെന്ന് തെറ്റിദ്ധരിക്കണം. അതൊക്കെ എക്സ്പെരിമെന്റുകളാ. അപ്പൊ ഇത് അങ്ങനെ എന്തെങ്കിലും കിക്ക് എനിക്ക് കിട്ടണം ഒരു പ്രൊജക്റ്റിൽ നിന്ന്. അല്ലെങ്കിൽ ഞാൻ വെറുതെ അമൗണ്ടിന് വേണ്ടി മാത്രം, ചോറിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന പോലത്തെ സാധനമായിരിക്കും. അത് ഇറങ്ങി നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഇയാളത് എഴുതി അതിന്. അപ്പൊ എനിക്കത് കണ്ടിന്യൂസ്ലി അങ്ങനത്തെ വർക്കുകൾ കിട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എനിക്ക് മടുപ്പായി പോകും. അപ്പൊ ഞാൻ കോൺസ്റ്റന്റ്ലി ഞാനത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ കുഞ്ഞിക്കോൾ എനിക്ക് വളരെ ആശ്വാസമാണ്. കാരണം 2024 ഞാൻ ചെയ്ത പാട്ടുകളെല്ലാം ഫൺ സ്വഭാവമുള്ള പാട്ടുകൾ ഏറെക്കുറെ. 25 പോലും അങ്ങനത്തെ കുറെ പാട്ടുകൾ, വ്യസന സമയത്തിലെ പാട്ട്, ഓണം മൂഡ്, മറ്റേ അങ്ങനെ വേറെ തന്നെ കയറൂരി വിട്ട പരിപാടികൾ, അതിൽ പലതും സക്സസ്ഫുള്ളും ആണ്. എന്നാൽ പോലും തിരിച്ചു വന്നൊരു മെലഡി ചെയ്യണമല്ലോ എന്നുള്ള അതിലൊരു റിഫ്രഷ് ബട്ടൺ പോലെ ആശാൻ വരുന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ബാലൻസിൽ പോവാന്നുള്ളതാണ്. ഈ മനുഷ്യർ ഭയങ്കര ഇമോഷണൽ ആയി പറയും. അതിന് ആർട്ടിസ്റ്റുകൾ കുറച്ചും കൂടെ
ഇമോഷണലി വൾണറബിൾ ആയിരിക്കാം എന്നൊക്കെ പറയുന്നതാണല്ലോ. ഈ ഇമോഷണലി ഹൈ ആയിരിക്കുന്ന ഒരാളാണ് എപ്പോഴും ഈ പറഞ്ഞ ഈ എഴുത്തിന്റെ ടെക്സ്റ്റിന്റെ ഭാഗത്തായി നിൽക്കുന്നവര്. അത് ഇത് സ്ക്രീൻ പ്ലേ ഓർ ലിറിക്സ് ആവട്ടെ, ആ ഇമോഷണൽ മനുഷ്യനെ എത്രമാത്രം തുറന്നു വിടാന്നുള്ളത്. അതായത് ഒരു പാട്ടിലാവാം, ഈവൻ റോസ്റ്റിന് എഴുതുമ്പോഴാവാം, എഴുത്തിൽ ഇമോഷന് ശരിക്കും ഒരു സ്കെയിൽ ഉണ്ടോ, മീറ്റർ ഉണ്ടോ, അതോ ഇതിന്റെ ഒരു ഓവർഫ്ലോയിൽ അങ്ങ് എഴുതുന്നതാണോ? എന്താ ശരിക്കും അതിന്റെ ഒരു? ഞാൻ ഓവർഫ്ലോയിൽ അങ്ങ് എഴുതും. ഇതിനെല്ലാം എനിക്കൊരു ഡയറക്ടർ ഉണ്ടായിട്ടുണ്ട്. പാട്ടുകൾ Fully എഴുതുമ്പോൾ scale ഡയറക്ടർ ഉണ്ട്, ഇപ്പൊ റോസ്ലിൻ ചെയ്യുമ്പോൾ അതിനൊരു ഡയറക്ടർ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങ് ഒരു ഫ്ലോയിൽ എഴുതുമ്പോൾ എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഏതിൽ നിർത്തണം, ഏതിൽ എടുക്കണം എന്നുള്ളൊരു ട്രസ്റ്റ് നമ്മൾ അവര് നമുക്ക് ട്രസ്റ്റ് തരുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ അതേ ട്രസ്റ്റ് നമ്മൾ അവരിലും കൊടുക്കും. അപ്പൊ അങ്ങനെ അവരാണ് അതിനകത്ത് ഏതെടുക്കണം, എവിടെ നിർത്തണം, ഏത് കരകവിഞ്ഞു പോകണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അതിന്റെ ഡിസിഷൻ ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളൂ. പിന്നെ അൾട്ടിമേറ്റ്ലി ദാറ്റ് ഇമോഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് ആയിട്ട് കിട്ടുന്ന സ്ക്രിപ്റ്റ് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന പോലെ കേട്ടോ. ചില പാട്ടുകളൊക്കെ അതിന്റെ സിറ്റുവേഷൻ എന്നെ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു ഡ്രാഫ്റ്റിലൊന്നും നിർത്തില്ല. ഞാൻ എഴുതി കുറെ ഡ്രാഫ്റ്റ് അവസാനം അവര് തന്നെ പറയും മതി, ഇതിന്റെ ആവശ്യത്തിലേക്കുള്ള ആയി. ഞാൻ എനിക്ക് പോരാ, എനിക്ക് ഇനി എഴുതണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. എന്നാൽ നേരെ തിരിച്ച് ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരു ഡ്രാഫ്റ്റ് എഴുതി കഴിയുമ്പോൾ അവരുമായിട്ടുള്ള സെൻസിബിലിറ്റി വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഉറപ്പാണോ ഞാൻ തന്നെയാണ് ഈ പാട്ട് എഴുതേണ്ടെന്ന് ഉറപ്പാണോ? ആണെന്ന് അവർ വീണ്ടും പറഞ്ഞ ഒരു ഡ്രാഫ്റ്റ് ഇട്ട് എഴുതും. അപ്പോഴും എനിക്ക് കിട്ടുന്ന കിക്ക് അവർക്കുണ്ടോ എന്ന് നോക്കും. അതാണ്, എല്ലാവർക്കും എല്ലാ ടേസ്റ്റ് അലൈനാണെന്നില്ല. അപ്പൊ എല്ലാ വർക്കുകളിലും അത് സംഭവിക്കില്ല. സംഭവിക്കുന്ന വർക്കുകളാണ് നല്ല പാട്ടുകളായിട്ട് നിങ്ങൾ കേൾക്കുന്ന. എന്താ ശരിക്കും ഒരു പാട്ട് എഴുതാൻ എടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ടൈം ഡ്യൂറേഷൻ ഡിപ്പെൻസ് ആണെന്ന് അറിയാം. സ്റ്റിൽ വിനായകന്റെ ഒരു ആവറേജ് എഴുത്ത് ടൈം എന്ന് പറയുന്നത് എനിക്ക് മിക്കവാറും ഒരു ക്യൂരിയോസിറ്റി ആക്കി, എത്ര ടൈമോട് ഒരാൾ ഒരു പാട്ട് എഴുതി തീർക്കണം എന്നുള്ളത്. ഞാൻ മൈൻഡ് ഫ്രീ ആക്കി അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എഴുതി തീർക്കും. പക്ഷെ ആ മൈൻഡ് ഫ്രീ ആക്കി ഗിരീഷേട്ടന്റെ കഥകളുണ്ടല്ലോ, മറ്റേ തുണ്ട് കടലാസിൽ എഴുതി തീർക്കുന്നു. ആ ഒരു സ്പോണ്ടേനിറ്റി ആണല്ലോ നിങ്ങൾ എല്ലാവരും എഴുത്തിന്റെ ഭാഗമായി നിർത്തുന്നത്. അല്ല, എനിക്ക് ബേസിക്കലി അതിന്റെ ഒരു പല്ലവി എന്ന് നമ്മൾ പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹുക്ക് ബേസ്ഡ് പാട്ടാണെങ്കിൽ അതിന്റെ ഹുക്ക്, അത് ഫിഗർ ഔട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതനുസരിച്ചേ ഉള്ളൂ. അത് ഫിഗർ ഔട്ട് ചെയ്യാൻ നല്ല സമയം എടുക്കുന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. വൺസ് അത് ഫിഗർ ഔട്ട് ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പടയാൻ തീരും. ഈ പറഞ്ഞ ട്വിസ്റ്റ് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിലോട്ട് സ്ട്രക്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അത് തന്നെയാണ് പാട്ടുകളുടെ കാര്യത്തിലും ഉള്ളത്. ഫസ്റ്റ് ലൈൻ കിട്ടാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് പാട്ട് എഴുതാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതിന്റെ ടൈം. ഇപ്പൊ പർദീസ എന്നുള്ള പാട്ടിന് ആ പർദീസ എന്നുള്ള വാക്ക് കിട്ടാൻ വേണ്ടി കുറെ ദിവസം എടുത്തു. പക്ഷെ ആ വാക്ക് കിട്ടി കഴിഞ്ഞിട്ട് അരമണിക്കൂറിൽ ബാക്കി എഴുതി, അത്രേ ഉള്ളൂ. അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ആവേശത്തിലാണെന്നുണ്ടെങ്കിൽ ഈ വാക്ക് ഉണ്ടാക്കിയിട്ടാണ് പാട്ട് തന്നെ കമ്പോസ് ചെയ്തത്. ഇല്ലുമിനാറ്റി അല്ല, ഇല്ലുമിനാറ്റി ഫുൾ ട്യൂൺ ഇട്ട് എഴുതിയതാ. ഇപ്പൊ ജാടയാണെങ്കിലും ഗലാട്ടയാണെങ്കിലും ഒക്കെ വേർഡ് ഇട്ട് കൊടുത്തു. ഇത് ജാടയാണ്, ജാട. അപ്പൊ പാട്ടിന്റെ പേര് തന്നെ ആദ്യം ഫിക്സ് ചെയ്തു, എന്നിട്ടാണ് സുഷിൻ കമ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. ഗലാട്ട അങ്ങനെ തന്നെയാണ്. ഗലാട്ട എന്നുള്ള വാക്ക് ഞാൻ സജസ്റ്റ് ചെയ്തു, നമുക്ക് ഗലാട്ട എന്നൊരു വേർഡ് വെക്കാം. അപ്പൊ ഗലാട്ട അപ്പൊ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പം എന്തെങ്കിലും നോൺസെൻസ് പോലത്തെ, പക്ഷെ ഹുക്കിംഗ് ആയിരിക്കണം. അപ്പൊ ഗല 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 ഗലാട്ട 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 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് കൊള്ളാം. ഇങ്ങനെയാണ് പാട്ട് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഫിക്സ് ആയ പെട്ടെന്ന് പാട്ട് തീരും. ഗലാട്ടയൊക്കെ പെട്ടെന്ന് തീർന്ന, അരമണിക്കൂർ പോലും എടുത്തിട്ടില്ല ഗലാട്ട തീരാൻ. അപ്പൊ അത് കിട്ടാത്ത പക്ഷം നമ്മൾ ഇരുന്നിരുന്ന് ആലോചിച്ച് അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ്. ആഫ്റ്റർ പോയിന്റ് ഹുക്ക് കിട്ടുന്നില്ല, അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത വർക്ക് തുടങ്ങാൻ ബാക്കിയുള്ളവർ വിളിക്കുന്നുണ്ടാവും, ഇതിന്റെ ഹുക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മുടെ കയ്യിലും അല്ലാന്ന് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് ഇങ്ങനെ ഒത്തു വരണം ഒരു വാക്ക്. അത് ഇങ്ങനെ സ്ലോട്ടി വീഴണം. ചില വാക്കുകളുടെ സാധനം സ്ലോട്ടി വീഴുമ്പോൾ തന്നെ നമുക്കറിയാം ഓക്കെ, ബാക്കി എഴുതുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ബാക്കി 20 വരി പിന്നെ ആയിരിക്കും എഴുതണം. പക്ഷെ നമുക്കറിയാം. ഇപ്പൊ തള്ള വൈബ് എന്നുള്ളൊരു വാക്ക് നമ്മുടെ പ്രകമ്പനം എന്നുള്ള സിനിമയിലാണ്. തള്ള വൈബ് എന്നുള്ള തന്ത വൈബ് തള്ള വൈബ് നമ്മൾ കഴിഞ്ഞ കുറെ ഇടയായിട്ട് ഉപയോഗിച്ച് എല്ലാവർക്കും അറിയുന്ന വാക്കാം. അപ്പൊ ഇതിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകമ്പനം കണ്ടവർക്ക് അറിയാമല്ലോ. മല്ലികാ സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ആത്മാവ് സാഗർ സൂര്യയുടെ ദേഹത്ത് കയറുന്നു. അതാണ് അതിന്റെ ഒരു പ്ലോട്ട്. അപ്പൊ മല്ലികാ സുകുമാരൻ ചേച്ചി ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എല്ലാരെയും വിറപ്പിച്ചു നിർത്തുന്ന, ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മുത്തശ്ശി. നേരെ തിരിച്ചു കയറുന്നത് സാഗർ സൂര്യയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ കെയർ ഫ്രീ ജീവിതം ജീവിക്കുന്ന ഒരു യങ്സ്റ്ററിന്റെ ബോഡിയിലോട്ട് കയറുന്നു. അപ്പൊ ഈ പാട്ട് ബാക്കിയുള്ളവരുടെ പെർസ്പെക്റ്റീവില്ല, ഗണപതിയുടെയും അമീന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ മഹാരാജാസ് കോളേജിൽ കൂടെ പഠിച്ച് അലമ്പി നടന്നിരുന്ന ഒരുത്തം പെട്ടെന്ന് വേറെ തരത്തിൽ ബിഹേവ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് പാട്ട് സിറ്റുവേഷൻ. ഇതാ, അപ്പൊ ഇവര് നോക്കുമ്പോൾ വേറെ തരത്തിൽ ബിഹേവ് ചെയ്യുന്നു. പെട്ടെന്ന് ഇവന്റെ സംസാരം
മാറിയിട്ട് ഒരു മുത്തശ്ശിയുടെ സംസാരം വരുന്നു, സദാചാരം പറഞ്ഞു തുടങ്ങുന്നു, വസ്ത്രം അങ്ങനെ കൊടുക്കുന്നു. എന്താണ് പെട്ടെന്ന് ഒരു തള്ള വൈബി പെരുമാറുന്നത്? തള്ള വൈബ്. ബിബിനാണ് ന്യൂസ് കേട്ടത്. ബിബിൻ ബ്രോ നോക്ക് പാണ്ട് ഒരു തള്ള വൈബ് നോക്കിയല്ലോ. കറക്റ്റ് ഇത് കിട്ടണമല്ലോ. അപ്പൊ നമ്മുടെ ഡയറക്ടറിന്റെ പ്രൊഡ്യൂസറിന്റെ നമ്മുടെ പാട്ട് ഒരു തള്ള വൈബ് എന്നാണ്. തള്ള വൈബ് എന്താണ് അങ്ങനെ? ഇതാണ് സംഭവം, കറക്റ്റ് ആണ്. അപ്പം എനിക്ക് സാധനം കിട്ടി. അപ്പം ഞാൻ ബിബിന്റെ അടുത്ത് പറയും, ബിബിനെ ഞാൻ എഴുതാൻ പോണത് തള്ള വൈബ് എന്നുള്ളത് ആദ്യത്തെ ലൈനാവരുത്, വന്ന് കുറെ സാധനം പറഞ്ഞ് ലാൻഡ് ചെയ്യുന്ന ഹുക്ക് ലൈൻ അടിക്കണം തള്ള വൈബ്. അപ്പൊ എനിക്ക് അതിന് മുമ്പ് അത് സെറ്റ് ചെയ്ത് നമുക്കത് എത്തിക്കാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ തള്ള വൈബ് കേട്ട് കഴിഞ്ഞാൽ, പ്രകമ്പനം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പോയി തള്ള വൈബ് കേട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു വരിയോ ഒരു വാക്കുപോലും വെറുതെ ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാവും. എൻജോയ് ചെയ്ത് എഴുതുന്ന സാധനമാണ്. ഭയങ്കര രസമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഗലാട്ട പറഞ്ഞ വാക്കുകൾ പ്ലേസ് ചെയ്യുന്നത് ട്രപ്പീസ്, മരണക്കിണർ, റിംഗ് മാസ്റ്റർ. ഇത് ഈ മറ്റേ ഗലാട്ടനെ എങ്ങനെ കൊലാബറേറ്റ് ചെയ്യാം അതിനെ പറ്റിയ സർക്കസ് ആണ്. അതായത് നമ്മൾ ആ സീൻ കണ്ടു കഴിഞ്ഞാൽ രംഗണ്ണൻ ഈ പിള്ളേരെ പിടിച്ചിരുത്തിയിട്ട് കൂടെയുള്ള ഗുണ്ടകളെ കൊണ്ട് ഓരോ അഭ്യാസങ്ങൾ കാണിപ്പിക്കുക. ഒരാൾ മറ്റേ വെപ്പനൊക്കെ എടുത്ത് കറക്കുന്നു, മറ്റേ തോക്ക് കാണിച്ചു കൊടുക്കാൻ പാനെന്ന് പറയുന്നു. അപ്പൊ ഇവര് നോക്കുമ്പോ ഭീകരന്മാരായിട്ടുള്ള കൊലപാതകികളായിട്ടുള്ള ആൾക്കാര് രംഗണ്ണന്റെ കയ്യിലെ ബഫൂൺസിനെ പോലെ പെരുമാറും. അപ്പൊ എനിക്ക് വരുന്ന പറയുമ്പോ സർക്കസ് ആണ്. ഒരു റിംഗ് മാസ്റ്റർ ഉണ്ട്. അപ്പൊ റിംഗ് മാസ്റ്റർ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ സിംഹവും പുലിയൊക്കെയാണ് വന്നിട്ട് മറ്റേ ആൾക്കാരുടെ മുമ്പിൽ എന്റർടൈൻമെന്റ് ചെയ്യുന്നത്. കാട്ടിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള വന്യജീവികളാണ് ഇവിടെ കോമഡി ഷോ നടത്തുന്നത്. അപ്പൊ ലിറ്ററലി ഇതൊരു സർക്കസ് അല്ലേ? അപ്പൊ അങ്ങനെയാണ് റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സംഘങ്ങൾ. സർക്കസ് അവന്മാരുടെ ജീവിതത്തിൽ സർക്കസ് തുടങ്ങി. ഇനി ഇത് ഡെയിലി കാണാം, ഇത് കണ്ടിട്ട് പോയാൽ മതി. അങ്ങനെയാണ് ഗലാട്ട എന്നുള്ള വാക്കൊക്കെ എത്തുന്നത്. ഈ എനിക്കൊന്ന് സീരീസിന്റെ ഏറ്റവും കോർ പാർട്ട് നിൽക്കുന്നത് ഈ ഡ്രീം റിയാലിറ്റിയിലാണല്ലോ. ഹുക്ക് ചെയ്യുന്ന ആളുകൾ ഹുക്ക് ആവണമെങ്കിൽ കുട്ടിയോടെ തുടങ്ങണം. അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണ് ഈ നൈറ്റ് മെയർ ഓർ ഡ്രീം പ്ലസ് റിയാലിറ്റി ആയിട്ടുള്ള കണക്ഷൻ പറയുന്നത്. അതില് വിശ്വസിപ്പിക്കാനുള്ള ആൾക്കാരെ, ഈ ബിലീവബിലിറ്റി ഒരു ഫാക്ടറാണ് ശരിക്കും. അതിൽ ലോക്കായ ആൾക്കാർ ത്രൂ ഔട്ട് ഈ പറഞ്ഞ പാർട്ടിനോട് കൂടെ നിൽക്കും. കണ്ടിരിക്കുമ്പോഴൊക്കെ ഈ ഒരു ലെയറിനോട് ആളുകളും ഓക്കെ ആയിരിക്കും. ഡ്രീം റിയാലിറ്റി കൺസെപ്റ്റ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതിന്റെ ഒരു എഴുത്ത് പ്രോസസ് ശരിക്കും ഇപ്പൊ ഒരു ഈ പറഞ്ഞ നമ്മുടെ റിയൽ ലൈഫിൽ കണ്ടിട്ട് ചെയ്യുന്ന എന്തായിരിക്കാം. എഴുതുമ്പോൾ വിനായകന് വരുന്ന ഈ പറഞ്ഞ ഐഡിയകളിൽ കണ്ടു വളർന്ന ആളുകളായിരിക്കാം, കേട്ടതായിരിക്കാം, വായിച്ചതായിരിക്കാം. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിരിക്കും. എന്താ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നത് ഈ ഡ്രീം റിയാലിറ്റി കൺസെപ്റ്റിനെ ഈ സീരീസിന്റെ ഭാഗമായിട്ട്? ബേസിക്കലി അതിനകത്ത് പ്രോട്ടോഗണിസ്റ്റ് എന്ന് പറഞ്ഞ റോസ്ലിൻ ഒരു ലൈഫിൽ ഒരു ട്രോമയിൽ കൂടെ കടന്നു പോയിരിക്കുന്ന ഒരാളാണ്. വളരെയധികം ബുക്സിനെ, അതും ഫിക്ഷൻ ബുക്സ് വായിച്ച് കുറേ മണിക്കൂറുകൾ ചെലവഴിച്ച് ഉറങ്ങുന്ന ഒരാളാണ്. അപ്പൊ പലതിൻ്റെയും ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ ആ പെൺകുട്ടി റിപ്പീറ്റഡ് റിക്കറിങ് നൈറ്റ് മെയർസ് കാണുന്നു എന്നുള്ളതാണ്. കാണുന്ന ഒരാളെ എന്തുകൊണ്ട് കാണുന്നു എന്നുള്ളതിന് നമുക്ക് ഉത്തരം അവസാനമുണ്ട്. അവസാനം വരെ കാത്തിരിക്കണം. അതെന്തുകൊണ്ടായിരുന്നു അയാളെ മാത്രം കൃത്യമായിട്ട് ആ പെൺകുട്ടി ഡ്രീമിൽ കണ്ടിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ. പിന്നെ ഇതിന്റെ ഡ്രീം വേഴ്സസ് റിയാലിറ്റി ബേസിക്കലി ഇതിനകത്ത് ഇതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സ്വഭാവത്തിൽ പെടുന്ന ഒരു കാര്യമാണത്. ഞാൻ സുമേഷിനോട് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇതിനകത്തൊരു വീട്, ഒരു പിടി ക്യാരക്ടേഴ്സ്, വീട്ടില് റൂം, ഡൈനിങ് ടേബിള്, ബെഡ്റൂം, കിടക്ക, വീണ്ടും ഡൈനിങ് ടേബിള്, റൂം, കിടക്ക, ഈ പറഞ്ഞ ടെംപ്ലേറ്റിലാണ് ഉള്ളത്. അപ്പൊ അത് പ്രശ്നമാകുമോ എന്നൊരു ഡിസ്കഷൻ ചോദിച്ചു. അങ്ങനെയാണ് സ്ട്രക്ചറെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാം. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടല്ലോ, റൂം, നിമിഷ കുക്ക് ചെയ്യുന്നു, അടുക്കള കഴുകുന്നു, പക്ഷെ നമ്മൾ എൻജോയ് ചെയ്തില്ലേ. അപ്പം അത് മിസ്റ്ററി സ്വഭാവത്തിലുള്ള സിനിമയ്ക്ക് അങ്ങനെ ചെയ്തുകൂടായില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഈ എത്രത്തോളം ക്ലോസ്ട്രോഫോബിക് ആവുന്നോ അത്രത്തോളം നമ്മൾ മെന്റലി കുറച്ച് വർക്ക്ഡ് അപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ റോസ്ലിന്റെ വെക്കേഷൻ ആണ്, റോസ്ലിൻ സ്കൂളിൽ പോകുന്നില്ല. ഈ ട്രോമ ഉള്ളത് കൊണ്ട് സോഷ്യലൈസ് ചെയ്യാൻ പുറത്തധികം പോകുന്നില്ല. ഇതിനകത്ത് കിടന്ന് ഒരാൾ കുറെ ലൂപ്പ് അടിക്കുമ്പോൾ തന്നെ മെന്റലി വർക്ക്ഡ് അപ്പ് ആയിക്കൊണ്ടിരിക്കും. അതിന്റെ കൂടെ അസ്വസ്ഥമായിട്ടൊന്ന് ആ വീട്ടില് ഗസ്റ്റ് ഡയറക്ട്ലി പറയണ്ടെന്ന് വെച്ച് സ്പോയിലർ. അപ്പൊ അങ്ങനെയും കൂടെ വരുമ്പോഴത്തേക്കും പറഞ്ഞോ കുഴപ്പമില്ല, അങ്ങനെ കൂടെ വരുമ്പോഴത്തേക്കും അത് കാണുന്നു. പിന്നെ അത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ്, ഇത് റോസ്ലിന് തോന്നുന്ന പോലെ തന്നെ ആളുകൾക്കും ഇത് ഡ്രീമാണോ റിയാലിറ്റി ആണോ എന്നൊക്കെ ചിന്തിച്ച്, എനിക്കറിയാം ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇൻവെസ്റ്റഡ് ആയി കഴിഞ്ഞ് പെട്ടെന്ന് ഒരാൾ ഞെട്ടിണീറ്റ് ഡ്രീം ആയിരുന്നു എന്ന് പറയുന്നത് ഇറിറ്റേറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അത് പേഴ്സണലി എനിക്കും ഒരു സിനിമ കാണുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി റോസ്ലിന്റെ സ്ട്രക്ചറിൽ അത് ഒരു നോൺ നെഗോഷ്യബിൾ പാർട്ടായി പോയി. അത് ആദ്യത്തെ 1-2 എപ്പിസോഡ്സിലാണ് അതുള്ളത്. പക്ഷെ വൺസ് യു ആർ ത്രൂ ദാറ്റ്
എനിക്ക് തോന്നുന്നില്ല പിന്നീട് അത് കുഴപ്പമാവും എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ പോയിന്റ് യു ഓൾസോ വിൽ ഫിഗർ ഔട്ട് ഡ്രീം ആണോ അല്ല എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പ്ലേ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതില് എനിക്ക് ഞാൻ ഇന്നലെ ഫസ്റ്റ് പറഞ്ഞ റിവ്യൂ ഇതായിരുന്നു. ഞാൻ ടെൻസ്ഡ് ആയിക്കൊണ്ടിരുന്നത് ഈ പറഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ വീട് എസ്റ്റാബ്ലിഷ് ചെയ്തു, ടെറൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി 5 എപ്പിസോഡ് കിടക്കുന്നുണ്ട്. ഇതേ പ്രിമിസിൽ ലൊക്കേഷനിൽ ഇതെങ്ങനെ എൻഗേജിങ് ആക്കി മാറ്റുന്നുള്ളത്. സ്ട്രക്ചർ ഈസ് ഫൈൻ. അതിന്റെ സീൻ ബിൽഡിങ്, ഇവരുടെ എക്സ്ചേഞ്ചുകള്, ഇവരുടെ ഹൈസ് ലോസ്, പുതിയ പ്ലോട്ട് പോയിന്റുകള്, ഇതിന്റെ എഴുത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് അതായത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് 6 എപ്പിസോഡ് ഈ ഒരു സീരീസ് സെറ്റ് ചെയ്യാന്നുള്ളത് എന്താ ശരിക്കും അത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണോ? ഇപ്പൊ ഒരു വ്യക്തി മോശക്കാരനാണ് എന്ന് നമുക്ക് തോന്നി, അത് നമ്മൾ വേറെ ആൾക്കാർ 2 പേരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് തെളിവുകൾ വേണം. അപ്പൊ ഇതിന് തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആദ്യം പറയുമ്പോൾ പച്ചയ്ക്ക് പറയുമ്പോൾ നീ എന്തിനാ അയാളെ പറ്റി അങ്ങനെ പറയുന്നത്, ഒരു അടിസ്ഥാനം ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അവർ ചിരിച്ചു പോയിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് തെളിവുണ്ടാക്കണം. അപ്പൊ തെളിവുണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണം. അപ്പൊ ഈ കിട്ടാൻ പോകുന്ന നമ്മുടെ മാനസികാവസ്ഥയിൽ ഇത് ഡ്രീമാണോ റിയാലിറ്റി ആണോ നമുക്ക് തന്നെ മനസ്സിലാവാത്തൊരു കുടുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ആദ്യം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഇത് ഉള്ളതാണെന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരെ ബോധ്യപ്പെടുത്തണം. അപ്പൊ ഓരോ ശ്രമം ഈ കുട്ടി ശ്രമിക്കുന്നു, അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മള് കൺവിൻസ്ഡ് ആവുന്ന പറയുമ്പോൾ കട്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് അത് ബിൽഡ് ആവുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും വേണം, അത് അടുത്ത ശ്രമം. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ എന്തോ ഇവരും കൺവിൻസ്ഡ് ആയി വരുന്നു എന്നുള്ളത്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിക്ക് വേറെ എന്തെങ്കിലും വരും. അപ്പൊ ഈ ഒരു പരിപാടിയാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ ഇതിനകത്തൊരു പ്ലേ, നമ്മുടെ ഒരു പ്ലേ സ്വഭാവം ഇതിനകത്തുണ്ട്, സ്റ്റേജ് പ്ലേ സ്വഭാവം. നമ്മുടെ 12 Angry Men ഒക്കെ കണ്ട പോലെയൊക്കെ ഒരു സെറ്റ് ഓഫ് 12 പേരിരുന്ന് ഒരു ടേബിളിൽ ഇരുന്ന് തീർക്കുന്ന സിനിമയാണ് 12 Angry Men എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു തിയേറ്ററിക്കൽ പ്ലേയുടെ സ്വഭാവത്തിൽ ഒരു 3-4 ആക്ടേഴ്സ് ഇരുന്ന് പെർഫോം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശരിക്കും. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംഭവബഹുലമല്ല റോസ്ലിൻ. ഒരുപാട് സംഭവങ്ങൾ പ്രതീക്ഷിച്ച് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഭീകര പരിപാടികൾ നടക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ചിലപ്പോൾ മിസ്മാച്ച് സംഭവിക്കാം. ഇത് അത്രേ ഉള്ളൂ. അതിന്റെ ഒതുക്കമുള്ള സ്വഭാവമുള്ള കഥയാണ്. അതില് വളരെ പതിയെ ആഡ് ചെയ്ത് പോകുന്ന ലേയേഴ്സ് ആണ് അതിനകത്ത് ഉള്ളത് എന്നത് നമുക്ക് അതേ ആ ഒരു സ്റ്റോറി ടെല്ലിംഗിൽ പ്രേക്ഷകൻ വൺസ് ഇൻ ആയി കഴിഞ്ഞാൽ വളരെ എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. അത്രയും നല്ല ആക്ടേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അഗൈൻ ഇത് വെബ് സീരീസ് ആയതിന്റെ ഒരു പ്രിവിലേജ് അതാണ്. നമുക്ക് വേറെ സ്റ്റാർ മറ്റേ മാർക്കറ്റ് പ്രഷേഴ്സ് തിയേറ്ററിൽ വരുമ്പോൾ ഉണ്ട്. ഇവിടെ നമുക്ക് പ്യുവർലി ആക്ടേഴ്സ് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന 4 മെയിൻ ആക്ടേഴ്സിനെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഇത് കണ്ട എല്ലാവർക്കും സത്യം. ഇപ്പൊ സഞ്ജയന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിൽ അഭിപ്രായം ഉണ്ടാവില്ല. ഹക്കീമിനെ പറ്റി നമുക്ക് പണ്ട് മുതലേ നമ്മൾ ഏത് റിവ്യൂ കണ്ടാലും പറയും, സിനിമയെ പറ്റി എന്ത് റിവ്യൂ ആണെങ്കിലും ഹക്കീം അടിപൊളിയാണ് എന്നുള്ള, പടത്തിന്റെ വിധി എന്താണെങ്കിലും ഹക്കീം സൂപ്പറാണ് എന്ന് പറയുന്ന ഒരാളാണ് ഹക്കീം. അപ്പൊ ഹക്കീം എനിക്ക് വിശ്വാസമുണ്ട്, ഹക്കീമിന്റെ ഒരു ഡിഫൈനിങ് കരിയർ തന്നെ ഒരു ഡിഫൈനിങ് റോളാണ് ഇതിനകത്തുള്ളതെന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെയാണ് മീന മാമിനും വിനീത് സാറിനും ഉള്ളത് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവര് എനിക്ക് വളരെ, ഞങ്ങളൊക്കെ അത് ക്യാമറ ഓണാക്കി ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളത്. പ്ലേ കാണുന്ന പോലെയായിരുന്നു. പിന്നെ അത് വളരെ ടഫുമാണ്. നിങ്ങൾക്കിപ്പോ കഥ അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചാലോചിച്ച് പോയി കഴിഞ്ഞാൽ ഓരോ സീനിലും എന്ത് പറയണം, എന്ത് എക്സ്പ്രഷൻ ആണെന്നുള്ളതിൽ ചെറിയൊരു ഇതേ ഉള്ളൂ. ഇത്തിരി അങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ടും പോകാൻ പാടില്ല. മെഷേർഡായിട്ട് സട്ടിൽ ആക്ടിങ്ങിൽ പിടിച്ചു നിർത്തണം. അപ്പൊ അത് അവര് ഭയങ്കരമായിട്ട് അത് സ്ക്രിപ്റ്റ് മനസ്സിലാക്കി കൂടെ നിൽക്കേണ്ടി വരും. ഒരു തരത്തിലും ലൂപ്പ് ഹോൾ വരാൻ പാടില്ലല്ലോ. ഒരു ലൂപ്പ് ഹോൾ, കാരണം ഇത്തിരി അങ്ങനെ വരുമ്പോ ലൂപ്പ് ഹോൾ ആയി. അപ്പൊ എന്തുകൊണ്ടാണ് എന്നൊക്കെ സെക്കൻഡ് വാച്ചിങ്ങിൽ ആൾക്കാർക്ക് തോന്നും. സെക്കൻഡ് വാച്ചിങ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയത്. ആൾക്കാർ സെക്കൻഡ് വാച്ചിങ് ചെയ്യോ ഇല്ലെന്നുള്ള മറ്റൊരു പെർസ്പെക്റ്റീവിലാണ്, വേറൊരു പെർസ്പെക്റ്റീവിലാണ് സെക്കൻഡ് വാച്ചിങ്. അപ്പം മിസ്മാച്ച് അടിക്കാൻ പാടില്ല. അപ്പൊ അത് എല്ലാവരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ഇത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റേജിങ് പറഞ്ഞപ്പോഴേ എനിക്കിതില് ഈ പറഞ്ഞ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്പേസിനെ സ്റ്റേജ് ചെയ്ത് നല്ലതായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ ഡൈനിങ് ടേബിൾ നമ്മൾ മറക്കില്ല, റോസ്ലിന്റെ മുറി നമ്മൾ മറക്കില്ല, ആ വരാന്ത മറക്കില്ല, ഈ വീടിന്റെ ഔട്ട്ഡോർ മറക്കില്ല. ഈ സ്ഥലങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു ഫില്ലർ പോലെ പോകേണ്ട സീനും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്പേസ്, പിന്നെ ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ മറക്കില്ല. നമുക്കറിയാം താക്കോൽ എവിടെ ഇരിക്കുന്നത് എന്നുള്ളത്, നമ്മൾ രജിസ്റ്റേർഡ് അതില്. അങ്ങനത്തെ വിഷ്വൽ സിമ്പിൾസും കൂടെ എനിക്ക് തോന്നുന്നു ഈ എഴുത്തിൽ ഈ സംഭാഷണങ്ങൾ എഴുതുന്ന പോലെ അല്ലെങ്കിൽ ഒരു സീൻ എഴുതുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആയതുകൊണ്ട് ഇത്തരം സിമ്പിൾസ് ആഡ് ചെയ്യാന്നുള്ളത്. അതിൽ ഒരു ഈ പറഞ്ഞ റൈറ്റർ വിനായകനെ ഇൻഫ്ലുവൻസ് ചെയ്ത, ഇൻസ്പയർ ചെയ്ത, ഞാൻ ചോദിക്കുന്നത് ഇതോട് കണ്ടു ചോദിക്കുന്നത് അങ്ങനെ ഒരു
റൈറ്റിങ്ങിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സിനിമ, അല്ലെങ്കിൽ വിനായകനൊരു റൈറ്റിംഗ് പെർസ്പെക്റ്റീവിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയ ഒരു സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? പല ടൈപ്പ് ഓഫ് ജോൺറേസ് കാണുന്ന ഇഷ്ടപ്പെടുന്ന മിസ്റ്ററി ജോൺറയിലൊക്കെ ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോസ്ലിന്റെ ഒരു ബേസിക് ഇൻസ്പിറേഷൻ എനിക്ക് 1940s 50s ഹോളിവുഡ് മിസ്റ്ററി ത്രില്ലർ സിനിമകളോടുള്ള അഫിനിറ്റി ഉണ്ട്. എസ്പെഷ്യലി ഹിച്ച്കോക്കിയൻ സിനിമകളോടുള്ള അഫിനിറ്റിയും ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സിനിമകളുടെ അപ്പുറത്തേക്ക് പുള്ളി ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് ഉണ്ട്. അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല, കുറെ സാധനങ്ങൾ അൺഅവൈലബിൾ ആണ്. അപ്പോൾ ഒരു കാലത്ത് എനിക്കത് ഫുൾ കിട്ടിയിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 25-30 മിനിറ്റ്സ് ഉള്ള ആന്തോളജി എപ്പിസോഡ്സ് ആണ്. ഓരോന്നിനും 30 മിനിറ്റ്സ് ഉള്ള. അതിനു മുമ്പ് ഹിച്ച്കോക്ക് വന്നിട്ട് അതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. വളരെ സർക്കാസ്റ്റിക് ആയിട്ടായിരിക്കും പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഇത് കാണും. അപ്പോൾ അത് എനിക്ക് വളരെയധികം ഇഷ്ടം. ലിമിറ്റഡ് ക്യാരക്ടേഴ്സേ ഉണ്ടാവുകയുള്ളൂ, എന്നാൽ അതിലൊരു പ്ലേ ഉണ്ടാവും. നമ്മൾ ഹുക്ക് ചെയ്തിരുത്തി ലാസ്റ്റ് എന്തെങ്കിലും റിവീൽ ഉണ്ടാവും. അപ്പൊ അത് എനിക്കത് വളരെ ഇഷ്ടമാണ്. അപ്പൊ അത്തരത്തിൽ ഉള്ളൊരു പരിപാടി ട്രൈ ഔട്ട് ചെയ്യാൻ ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റുന്നത് നമുക്ക് വെബ് സീരീസ് ചെയ്യുമ്പോഴാണ്. അതാണ് എൻ്റെ ഒരു ബേസിക് കാര്യം. പിന്നെ ഇതിനകത്ത് ജോഗ്രഫിയുടെ കേസിലാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇത് സുമേഷിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പോലും ഞാനിത് എനിക്ക് കഥ കിട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് നറേറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് സുമേഷിന്റെ അടുത്ത്, ഇതിന്റെ ഡയറക്ടർ. അപ്പോ അന്ന് ലോക്ക്ഡൌൺ ആയിരുന്നു, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ വീഡിയോ കോൾ വരാമെന്ന് ചോദിച്ചു. ഒരു ദിവസം രാത്രി ഞാൻ സുമേഷിന്റെ അടുത്ത് ഇത് ഫുൾ പറഞ്ഞു. എന്നിട്ട് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അപ്പം ആദ്യമേ നമ്മുടെ റിക്വയർമെന്റ് വീടാണ്. ഇങ്ങനൊരു വീട് തന്നെ കിട്ടണം. അപ്പോൾ പൊതുവേ വീടുകൾക്ക് ടിപ്പിക്കലി ഒരു 10 ലൊക്കേഷൻ കണ്ടാൽ 9 ലൊക്കേഷൻ ഇല്ലാത്ത സാധനമാണ് പുറത്തുനിന്ന് ഒരു സ്റ്റെയർ കേസ് വേണം സെക്കൻഡ് ഫ്ലോറിലേക്ക്. അപ്പൊ അത് ഈ വീടിന് മസ്റ്റാ. 2 അകത്തൊരു ജനൽ വേണം. ഒരു ബെഡ്റൂമിൽ നമുക്ക് സാധാരണ ഔട്ട്വേർഡ് ജനലുകളുണ്ട്, ചില വീടുകൾക്ക് മാത്രമേ അകത്ത് ജനൽ ഉണ്ടാവുള്ളൂ. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കണക്ഷൻ ഉള്ള ജനൽ. അപ്പൊ അത് ഇതിനകത്ത് മസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒത്തുവരുന്ന ലൊക്കേഷൻ ഇത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടുമെന്നൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഡൈനിങ് ടേബിൾ വലിയൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ. അപ്പോൾ ഡൈനിങ് ടേബിളിനൊരു ഡൈനിങ് റൂമിന് തന്നെ അങ്ങനത്തെ ഒരു സെറ്റിംഗ് ഉണ്ടാവണം. പിന്നെ ഒരു റോസ്ലിൻ ബുക്സ് വായിക്കുന്ന, ഇംഗ്ലീഷ് ഫിക്ഷൻ വായിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ മൊത്തം സിനിമയ്ക്ക് ഒരു ഇംഗ്ലീഷ് ഫിക്ഷൻ ബുക്ക് നടത്തിയെടുത്ത ഒരു സ്വഭാവം വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ കൂടെ ഒത്തു വന്നൊരു ലൊക്കേഷനാണ് അവസാനം നമുക്ക് വണ്ടിപ്പെരിയാറിൽ കിട്ടിയ ആ വീട്. അതിനകത്ത് ഓഫ് കോഴ്സ് അകത്തുള്ള വിൻഡോയും പരിപാടികൾ നമുക്ക് എക്സ്ട്രാ ആർട്ട് ഡയറക്ടർ ആഷിഖാണ്, ആഷിഖ് സെറ്റ് ചെയ്തെടുത്ത പരിപാടികളാണ്. പിന്നെ ഇതിന്റെ കൂടെ ഒരു വലിയ ഫാം ഹൗസും വേണം. ഫാം ഹൗസ് വേണം. അപ്പൊ ആക്ച്വലി ഫാം ഹൗസ് ഞങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ കിട്ടിയില്ല. എന്റെ മനസ്സിൽ എഴുതിയപ്പോൾ ഫാം ഹൗസ് വേറൊരു ഈ പറഞ്ഞ അഗൈൻ ഒരു ഇംഗ്ലീഷ് ഫിക്ഷനിൽ വായിക്കുന്ന ഒരു ഫാം ഹൗസ് ആണ് എന്റെ മനസ്സിൽ. അതെന്തായാലും കിട്ടിയില്ല. പിന്നെ ഇപ്പൊ നമ്മൾ സിനിമയെ കാണുന്ന ഫാം ഹൗസ് ആ വീടിനോട് ചേർന്ന് നടക്കുന്നതല്ല, അത് ചീറ്റ് ചെയ്ത് നമ്മൾ ചെയ്താണ്. കുറച്ച് മാറി നമ്മൾ വാഗമണിലുള്ള ഒരു ഫാം ഹൗസ് എടുത്തിട്ട്, പക്ഷെ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെ ചെയ്ത. എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി നഴ്സറി ത്രൂ വേണം അവിടെ എത്താനായിട്ട്. അത് കൺവിൻസിംഗ് ആണ്. അവിടെ ഒരു ബേസിക്കലി അത്രേ ഉള്ളൂ. പടത്തിന്റെ ഒരു ഹോൾ പരിപാടിയുടെ 80% നടക്കുന്ന ഈ സ്ഥലത്താ. അപ്പൊ ഉള്ള സാധനം വൃത്തിക്ക് നമ്മൾ കാണിക്കണം. ടിപ്പിക്കലി കാണുന്ന ഒരു വീടല്ലല്ലോ ഒരു ഇത്രയും മറ്റേ പശുവും ആടും കോഴിയും പ്രാവും മൊയിലും ഒക്കെ ഉള്ള ഒരു വീടെന്ന് പറയുമ്പോൾ തന്നെ ഒരു വേറൊരു കളറായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കത് ചോദിക്കാനുള്ള മെയിൻ സാധനം ഇതാണ്. പൊതുവേ ഇങ്ങനൊരു വീട് സെറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഒരു പട്ടി എന്നുള്ളത് എപ്പോഴും കാണുന്നതാണ്. ഒരു പെറ്റ് അവിടെ ഉണ്ടാവും, ഇവരുടെ ലൈഫിന്റെ ഭാഗമായിട്ട്. ഇവിടെ പൂച്ചയുണ്ട്, പക്ഷെ ഒരു ഡോഗ് എന്നുള്ളത് അങ്ങനെ ഒരു തോട്ട് എഴുത്തിൽ വന്നേയില്ല. മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തു. വളരെ ഇന്റൻഷണൽ ആയിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം പട്ടിയെ നമുക്ക് വേറെ എന്തിനെങ്കിലും വേണ്ടി മാറ്റി വെക്കാന്ന് ഓർത്തിട്ട് മനഃപൂർവ്വം പട്ടിയെ മാത്രം ഒഴിവാക്കിയതാണ്. ഞാൻ ആ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഇല്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് റോസ്ലിനെ നമ്മൾ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ റോസ്ലിൻ വിഡ്രോൺ ആണ്. ഇവരുടെ റോസ്ലിന്റെ പാരന്റ്സ് ആയിട്ടുള്ള മീന മാമിന്റെയും വിനീത് സാറിന്റെ ക്യാരക്ടേഴ്സിന് വളരെ ലേറ്റ് ആയിട്ടൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് 1.5 വയസ്സേ ഉള്ളൂ, ഈ കുട്ടിക്ക് 17 വയസ്സുണ്ട്. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ ഫുൾ അറ്റൻഷനും ആ കുട്ടിക്ക് കൊടുക്കണം. ഒപ്പം അവരെ ഫാം നടത്തി ജീവിക്കുന്നതുകൊണ്ട് ഫാമിനും കൊടുക്കണം. അപ്പൊ അച്ഛനും അമ്മയും എന്റെ കാര്യം കേൾക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് റോസ്ലിൻ. അപ്പൊ ആ വീട്ടിലൊരു പട്ടി ഉണ്ടെങ്കിൽ ഇതങ്ങ് മുറിയും. ബോണ്ടിങ് അവിടെ. പട്ടി നമുക്ക് ഇങ്ങോട്ട് ലവ് തരുന്ന ഒരു അനിമലാണ്. അപ്പൊ റോസ്ലിന് ഒരു പട്ടിയാണ് പറ്റുന്നുണ്ടെങ്കിൽ റോസ്ലിന്റെ ട്രോമ കുറയും. അതുകൊണ്ട് പട്ടിയെ നമ്മൾ അങ്ങ് മാറ്റി. വേറെ ഒരു പൂച്ച, അതൊരു പെർഷ്യൻ കാറ്റ് ആണെങ്കിൽ റോസ്ലിന് അതൊരു ആശ്വാസമാണ്. ഒരു തലയാണ പോലെ കെട്ടിപ്പിടിച്ചങ്ങ് വെച്ച് കിടക്കും. പക്ഷെ പൂച്ച അത്ര എക്സ്പ്രസീവ് അല്ലാത്തതുകൊണ്ട്, എസ്പെഷ്യലി ഈ പേർഷ്യൻ കാറ്റ് ആകുമ്പോൾ
ശബ്ദം പോലും ഉണ്ടാവില്ല. അപ്പൊ അത് അവരാണല്ലോ കിങ്. അതെ, റോസ്ലിന് അത്രയും ഈ പറഞ്ഞ ഇതിൽ നിന്ന് പോകണ്ട, കട്ട് ഓഫ് ആവുന്നില്ല. സ്നേഹത്തിന്റെ ഒരു വരൾച്ച സംഭവിക്കണം എന്നുള്ളത് കൊണ്ട് പട്ടിയെ മാറ്റിയതാണ്. നല്ല മൂവ് ആയിരുന്നു. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഇങ്ങനെ ഒരാളും കൂടിയാണല്ലോ. അതില്ലാതിരുന്നത് ഈ പാട്ടിന്റെ സ്ട്രക്ചറിങ് മാറുന്നുണ്ടല്ലോ ഈ ലോങ് ജേണിയിൽ. നമ്മൾ സിനിമ ഇവോൾവ് ചെയ്യുന്നു, പ്രേക്ഷകർ ഇവോൾവ് ചെയ്യുന്നു ഒക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ പാട്ടിന്റെ സ്ട്രക്ചർ മാറുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പല്ലവി, അനുപല്ലവി, ചരണം, സെക്കൻഡ് ചരണം, ഇതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇതൊക്കെ മൊത്തത്തിൽ പുതിയ ഇതിലോട്ട് മാറുന്നത്. ശരിക്കും ആ ഒരു മാറ്റം എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മാറ്റം ഇതിനൊരു സൈക്കിൾ ഉണ്ടോ, റിവേഴ്സ് പോകാൻ ചാൻസ് ഉണ്ടോ? എന്താ ഒരു ലിറിസിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ എന്താ? ബേസിക്കലി ഒരു കമ്പോസറിന്റെ ഒരു ഡിസിഷനാണ് ഒരു പാട്ട് എങ്ങനെ വേണം എന്നുള്ളത്. പക്ഷെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന പലധികം കൺസ്ട്രെയിൻസ് നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പാട്ടിന്റെ ലെങ്ത് വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. പണ്ട് 6 മിനിറ്റ് പാട്ട് 5 ആയി, 4 ആയി, 3 ആയി, ഇപ്പൊ 2.5 വന്നാൽ തന്നെ ലെങ്ത് കൂടുതലാണോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തി. പിന്നെ ഓഫ് കോഴ്സ് ഷോർട്ട് കോണ്ടന്റുകൾ ഓടുന്ന ഒരു കാലത്ത് അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ 2. 3, ആ സിനിമയിൽ എത്രത്തോളമാണ് പാട്ടിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയാണ് വേണ്ടെന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഫിൽട്ടർ ചെയ്തിട്ട് വേണം നമ്മൾ ചിന്തിച്ച് തുടങ്ങാൻ തന്നെ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അതിൽ നിന്നുകൊണ്ട് എന്ത് പുതുമ കൊണ്ടുവരാം എന്നൊക്കെയുള്ള കാര്യമാണ്. അപ്പൊ ഇപ്പൊ ആരാധിക എന്നുള്ള പാട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രീംലി ലോങ് പല്ലവിയാണ്. സാധാരണ ഒരു വരി പല്ലവി പാടിപ്പോ സുഗമോ ദേവി എന്നുള്ള പാട്ടിന്റെ പല്ലവി സുഗമോ ദേവി അതൊരു 4 പ്രാവശ്യം പാടുന്ന പല്ലവി. അത്രയും ഷോർട്ട് പല്ലവിയിലും പാട്ടുണ്ടാക്കാം. അപ്പൊ ആരാധികയെ പോലെ എക്സ്ട്രീംലി ലോങ് ആയിട്ട് പോകുന്ന പല്ലവി ഉണ്ടാക്കാം. അത് എനിക്ക് തോന്നുന്നു ഞാനും ഒരു കമ്പോസറിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ എന്റെയും എക്സൈറ്റ്മെന്റ് അതാണ്, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പൊ കൂടുതൽ എന്റെ ഡിസിഷൻ അല്ല അത്. ബട്ട് ദെൻ ഈ കൺസ്ട്രെയിൻസിൽ നിന്നുകൊണ്ട് പറയാത്ത രീതിയിൽ എങ്ങനെ പാട്ട് പറയാം എന്നൊക്കെ പലപ്പോഴും ഡിസ്കഷൻസിൽ ഞാനും പാർട്ടാവാറുണ്ട്. ചിലപ്പോൾ സുഷിനും അല്ലെങ്കിൽ ജസ്റ്റിനൊക്കെ ചോദിക്കും, നമുക്ക് ഇനി പുതിയൊരു എക്സ്ട്രാ സ്റ്റാൻസ വേണോ, അനുപല്ലവി വേണോ ഇതിന്, അതോ ഇടയ്ക്കൊരു ബ്രിഡ്ജ്, അങ്ങനത്തെ വാക്കൊക്കെ വരും. അനുപല്ലവി അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു വേഴ്സ്, ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ആദ്യത്തെ വേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഈ ലിറിക്സ് മാത്രം ഒന്ന് മാറ്റിയേക്കണം, അല്ലെങ്കിൽ എല്ലാം റിപ്പീറ്റ് ആയി പോകും. ട്യൂൺ റിപ്പീറ്റ് ആവിടെ, ലിറിക്സ് വേറെ മാറ്റി എഴുതാം. അപ്പം താഴെ വീണ കണ്ട് പല്ലിളിച്ച കുട്ടരെ എന്നുള്ള ട്യൂൺ റിപ്പീറ്റ് ആവുമ്പോ പക്ഷെ ഞാൻ ലിറിക്സ് മാറ്റി നോക്കുവാൻ നിരത്തിടേണ്ട കല്ലുകൾ എന്ന രീതിക്ക് അത് മാറും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് ഇപ്പൊ ഉള്ളത്. ചോദിക്കാൻ ഇവോൾവ്മെന്റിൽ ഇതും പലരും ഡിസ്കസ് ചെയ്ത് കേട്ടിട്ടില്ല, ഈ ഇവോൾവിംഗ് നടക്കുന്ന സമയത്ത്. അതെ. പക്ഷെ വേറെ ആശാന്റെ പാട്ട് എടുത്തു കഴിഞ്ഞാൽ ചെറിയ 7 മിനിറ്റ് ഉണ്ട്. 7 മിനിറ്റ് ഉണ്ട്. അതെ, അതില് ജോൺ പാടിയ പാട്ട് ചെറിയ 7 മിനിറ്റ് ഉണ്ട്. ചിന്നാമ്പൽ കുരുന്ന ലെങ്തി സോങ് ആണ്. അനുപല്ലവി ഉണ്ട്. കുഞ്ഞിക്കവൾ മേഘമേ പല്ലവി അനുപല്ലവിയുള്ള പാട്ടാ. അപ്പൊ അതൊരു മേക്കറിന്റെ ഒരു കോൺഫിഡൻസ് ആണത്. ഷോർട്ട് കണ്ടന്റുകൾ ഓടുന്ന കാലത്താണ് ഇരിക്കുന്നത് എന്നും പറഞ്ഞ് ഞാനും അതിന്റെ പുറകെ പോകണ്ടെന്നുള്ള കൺവിക്ഷൻ ആണ്. ഇപ്പൊ ജോണേട്ടന് എത്ര കാലമാണ് ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കുന്നത്, ആളുകൾ ശരിക്കുള്ള പാട്ട് കേൾക്കട്ടെ, ഇതാണ് ആദ്യം പറയുന്നത്. ഓ എനിക്ക് കിക്കാണ്, 100% ഞാനും ഇൻ ജോണേട്ടാ, നമുക്ക് വീണ്ടും ആൾക്കാരെ പാട്ട് കേൾപ്പിക്കാം. എനിക്ക് ശരിയാ, ഞാനും കുറെ റീൽ കണ്ടന്റ് പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊരു ചേഞ്ച് ആണ്, നമുക്ക് പാട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പാട്ട് കേൾപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആശാന്റെ പാട്ട് ഉണ്ടാക്കുന്നത്. സോ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കമ്പോസർ, അതിൽ ജോൺ പോൾ ജോർജിനാണ് കമ്പോസർ. കമ്പോസറിന്റെ ഇൻസ്റ്റിക്റ്റിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് നമ്മളെ വിട്ടുപോയ സംഗീത സംവിധായകനായിരുന്നു SP വെങ്കടേഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡിമൈസ് ഈ അടുത്ത് സംഭവിച്ചതോട് ഞാൻ ചോദിക്കുന്നതാണ്, നമ്മുടെ എല്ലാവരുടെയും പല മൊമെന്റിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുതൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകളുടെ ഒരു പുള്ളിയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണല്ലോ. ഈ അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടറിൽ ഡിപ്പെൻഡന്റ് ആയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളുടെ ഇപ്പോൾ ഒരു നമ്മൾ മാത്രമുള്ള ഐഡിയൽ സ്പേസിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾക്ക് വരുന്ന പാട്ടുകൾ, സ്കോറുകൾ, നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മൾ എന്തെങ്കിലും ഹീറോ എക്സാം പോലെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മ്യൂസിക് ഉണ്ടാവില്ല തലയിൽ. അങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ SP വെങ്കടേഷൻ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ശരിക്കും ഒരു ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഒരു ജേണി ഉണ്ടാവില്ല. എന്റെ ഫേവറേറ്റ് 3 മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളായിരുന്നു. എൻ്റെ അടുത്തൊരു 3 പേരുടെ പേര് പറയാൻ പറഞ്ഞതിലുണ്ട്. ആ പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഞാൻ SP സാറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. SP സാറായിട്ട് വർക്ക് ചെയ്യാൻ ഇന്നത്തെ ജനറേഷനിൽ ഭാഗ്യം കിട്ടിയ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ഞങ്ങള് 2 സിനിമകളിലും ഒരു മ്യൂസിക് വീഡിയോയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാം ഓവർ ഫോണായിരുന്നു. അപ്പം എനിക്ക് ആളുടെ ആരാധന, എസ്പെഷ്യലി 90s അദ്ദേഹത്തിന്റെ പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് പറഞ്ഞ പോലെ. അപ്പോൾ കിങ് ഓഫ് സ്ട്രിങ്സ് ആണ് SP വെങ്കടേഷ്. സ്ട്രിങ്സ് വെച്ചിട്ട്
ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല ഇന്ത്യൻ മ്യൂസിക്കിൽ. പുള്ളിയുടെ സിഗ്നേച്ചർ തന്നെ സ്ട്രിങ്സ് ആണ്. അപ്പൊ സ്ട്രിങ്സ് വെച്ചിട്ട് എല്ലാം SP സാർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയാണ് നമുക്ക് ആരാധന. നമ്മൾ മ്യൂസിക്കും പഠിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് SP സാറിന്റെ ഒരു പാട്ട് നമുക്ക് അറിയാം, ഒരു സിഗ്നേച്ചർ ഉണ്ട്. SP സാറിന്റെ കേൾക്കാത്തൊരു പാട്ട് നമ്മൾ ഇപ്പൊ റേഡിയോയിൽ കേൾക്കുകയാണെങ്കിൽ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റും SP സാറിന്റെ SP വെങ്കടേഷ് പാട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കമ്പോസർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം സിനിമയിലേക്ക് വീണ്ടും ആക്റ്റീവ് ഒക്കെ ആവണം എന്ന് അപ്പോഴും ആഗ്രഹം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് എന്റെ അമ്മോ ഇപ്പോഴും വിനായക് എനിക്ക് പുതിയ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് വേണം, അപ്പൊ നീ ഇപ്പൊ അങ്ങനത്തെ പാട്ട് ചെയ്യുന്നുണ്ട്, തമിഴിലാ പറയുന്നത്. അപ്പൊ ഉനക്ക് പിടിച്ച മാതിരി എഴുതും, എനിക്ക് വേറെ ഇത് തേവയില്ല, ബ്രീഫ് ഒന്നും തരുന്നില്ല ഞാൻ, നീ ഇഷ്ടമുള്ള പോലെ എഴുതിക്കോ, കേൾക്കുന്ന പുതിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, പഴയ ആൾക്കാർ ഓൾറെഡി എന്റെ ഫാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന അത്രയും ആഗ്രഹം അവസാനം വരെ കീപ്പ് ചെയ്തോണ്ടിരുന്ന ഒരു സ്പിരിറ്റഡ് ആളായിരുന്നു SP സാറ്. ഈ ഇടയ്ക്ക് വരെ ഞാൻ എന്റെ ഫോണിൽ കോണ്ടാക്ട് ഉണ്ടെന്നേ. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ എടുത്തു നോക്കിയപ്പോ എന്റെ ഫോണിൽ കോണ്ടാക്ട് ഉള്ള ഒരാള് കോണ്ടാക്ട് മാത്രം ബാക്കിയായി, ആളില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യം. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരുന്നോ ഭയങ്കര വലിയ ഫാനാണ്? പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ വീണ്ടും ഒരു 3 വർഷം 3 ഡിഫറെന്റ് പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തല്ലോ. അപ്പൊ അങ്ങനെ വീണ്ടും കോണ്ടാക്ട് ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും ഹാപ്പനിങ്സ് ഇപ്പോ നടക്കുന്നുണ്ട്. ഇനിയുള്ള ജേണിയിൽ വരാൻ പോകുന്ന സിനിമകള്, സീരീസുകള്, പാട്ടുകള്, എന്താ ഇനിയിപ്പോ പുതിയ പരിപാടികൾ എന്താ? പാട്ടുകൾ ഉള്ള സിനിമകളാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ദൃശ്യം 3 ഇപ്പോൾ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. April 2 റിലീസ് ആണല്ലോ. അതുകൊണ്ട് ബാച്ചിലർ പാർട്ടി 2X എന്നാണ്, ബാച്ചിലർ പാർട്ടി 2X, അതിലും പാട്ടുകൾ എഴുതുന്നുണ്ട്. കാട്ടാളനിലെ പാട്ടുകളുണ്ട്. അഹമ്മദ് കബീറിന്റെ മെനി ഹാപ്പി റിട്ടേൺസിലെ പാട്ടുകളുണ്ട്. അത്തരം വേറെയും സിനിമകളുണ്ട്. ഇതിന്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഥകൾ വേറെ എഴുതുന്നുണ്ട്. റോസിനുമായിട്ട് ബന്ധമുള്ളതായിരിക്കില്ല, വേറെ ജോൺറൈസും വേറെ രീതിക്കുള്ള എഴുത്താണ്. ഫോർ തിയേറ്റേഴ്സ് ആണ്, ഫോർ OTT അല്ല, ഫോർ തിയേറ്റേഴ്സ് ഉള്ള എഴുത്ത് കിടക്കുന്നു. അത് അസൈൻമെന്റ് വരുമ്പോ സംസാരിക്കാം. ഈ വർക്കിംഗ് വിത്ത് മേക്കേഴ്സ് എന്നുള്ളതില് ഇപ്പൊ ഈ പറഞ്ഞതില് അതിലും ഒരു വ്യത്യസ്ത ജോണറാണ് ഇപ്പൊ പറഞ്ഞ കൂട്ടത്തിലുള്ളത് ആളുകളില്. ഇപ്പൊ പ്രധാനമായിട്ട് ദൃശ്യം 3 ജീത്തു ജോസഫ് എടുക്കാം, അമൽ നീരദ് എടുക്കാം. 2 തരത്തിൽ സിനിമ അപ്രോച്ച് ചെയ്യുന്നവര്, 2 തരത്തിൽ ബ്രീഫ് ചെയ്യുന്നവര്. അത് ശരിക്കും ഇങ്ങനെ ഈ 2 പേരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നത് അവിടുത്തെ ആ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് അതെങ്ങനെയാ? അതിലൊരു ഹൈ ഉണ്ടോ? ആ ഹൈ എങ്ങനെയാണ് ശരിക്കും? ഇല്ല, എന്റെ സ്വഭാവം അങ്ങനെയാ. ഞാൻ എവിടെ കൊണ്ടിട്ടാലും സർവൈവ് ചെയ്യും. ഞാൻ പറയാറുണ്ട് മറ്റേ ഓപ്പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓപ്പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറയാറുണ്ടല്ലോ, യൂണിവേഴ്സൽ ഡോണർ ആണെന്ന് പറയാറുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ, ഞാൻ ഭയങ്കര അപ്രീഷിയേറ്റീവ് മൂവി വാച്ചിങ് ഓഡിയൻസിൽ പെട്ട ഒരാളാണ്. ഞാനിതിൽ എല്ലാ മേക്കേഴ്സിന്റെ സിനിമ ആ സെൻസിബിലിറ്റിയിൽ പോയി എൻജോയ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആണ് ഞാൻ ബേസിക്കലി. അപ്പൊ ആ ഒരു ഹാർട്ടോട് കൂടി തന്നെയാണ് ഞാൻ അവിടെ പാട്ടെഴുതാൻ പോകുന്നത്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം അമലേട്ടന്റെ അടുത്ത് പോയിരിക്കുമ്പോൾ അമലേട്ടന്റെ ടേസ്റ്റ് എന്താണ്, അമലേട്ടന്റെ വിഷൻ എന്താണ് ഒരു സിനിമയിൽ. അപ്പൊ പാട്ടിനെ എങ്ങനെയാണ് അമലേട്ടൻ സ്റ്റോറി ടെല്ലിംഗ് കാണുന്നത് എന്നുള്ളത്. തന്നെ ഒരു പുള്ളിയുടെ തന്നെ വലിയൊരു പ്ലേലിസ്റ്റ് സാധനങ്ങൾ പുള്ളിയുടെ ഉണ്ടല്ലോ, മ്യൂസിക്കൽ വേൾഡ് വേറെ തന്നെയാണ്. പിന്നെ ഇപ്പൊ പറയാൻ പോകുന്ന സിനിമയിൽ പാട്ടുകൾ എങ്ങനെയാണ് ആ സ്റ്റോറി ടെല്ലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്ന അവിടെ കഴിഞ്ഞു. ജിത്തു സാറിന്റെ അടുത്ത് വരുമ്പോൾ വേറെ രീതിയിലാണ്. ഇപ്പൊ സാറിന്റെ സ്ക്രിപ്റ്റുകൾ പാട്ടിൽ ഡിപ്പെൻഡന്റ് അല്ല. ഒരു സോങ് ഹിറ്റ് അടിച്ചിട്ട് വേണ്ട, അങ്ങനെ ഒരു സിനിമ പോലും ജിത്തു ജോസഫിന്റെ സിനിമകളിൽ മ്യൂസിക്കൽ സിനിമകൾ എന്നുള്ള ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പൈപ്പ് ലൈനിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ള സിനിമയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കവിടെ ഒന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. മൊണ്ടാഷസ് ആയിരിക്കാം, സ്റ്റോറി ടെല്ലിംഗിൽ തന്നെ നരേറ്റീവിന്റെ പാർട്ടായിട്ട്. ഇപ്പൊ ചില പാട്ടുകളൊക്കെ എഴുതുമ്പോൾ സാറ് പറയുന്നത് ഈ പാട്ട് സിനിമ നോട്ടിരിക്കും ശ്രദ്ധിക്കാൻ പാടില്ലെന്നൊക്കെ പറയും. അതാണ് ബ്രീഫ്. എനിക്ക് ബ്രീഫ് തന്നെ ശ്രദ്ധിക്കാൻ പാടില്ല. ഇപ്പൊ അനിൽ ജോൺസണും പറയാറുണ്ട്, നിഴലേ എന്നുള്ള പാട്ട് ദൃശ്യത്തിലെ പാട്ട് ചെയ്തപ്പോ സാറ് പറഞ്ഞത് ഈ പാട്ട് ഭയങ്കര അടിപൊളി ആയി കഴിഞ്ഞാൽ കഥയുടെ ഇടയ്ക്ക് ഈ പാട്ട് ആൾക്കാർ കേട്ടോണ്ടിരിക്കും. അതല്ല, സ്റ്റോറി ടെല്ലിങ്ങിനാണ് അവിടെ പ്രയോറിറ്റി. അത് വളരെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. അതിന് ഡിസ്ട്രാക്ട് ആവാൻ പാടില്ല പാട്ടുകൾ കൊണ്ട്. അപ്പോ എന്നാൽ അതിനൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാൻ വേണം. അപ്പൊ ഇങ്ങനെയുള്ള ബ്രീഫ് ഇപ്പൊ ദൃശ്യം 2 ഒരേ പകൽ ചെയ്തപ്പോ അതായിരുന്നു. ഒരുപാട് ഹൈസ് ആൻഡ് ലോസ് ഉള്ള പാട്ടൊന്നുമല്ല, നമുക്ക് അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന രീതിക്ക് ഡിസ്ട്രാക്ട് ആവാതെ എഴുതണം എന്നുള്ളത്. അപ്പൊ അത്രയൊക്കെ അവിടെ ഒന്ന് എയ്ഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ സാറിന്റെ പടത്തിൽ ഒരു പാട്ടൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഒന്നേ ഉള്ളത് കൊണ്ട് നമ്മൾ ഫോക്കസ് അറ്റൻഷനിൽ അത് കൃത്യമായിട്ടിരുന്ന് എഴുതുകയും ചെയ്യും. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഒരു ഡയറക്ടർ ആ സ്ക്രിപ്റ്റിനെ മനസ്സിൽ കാണുന്നത്, അതിൽ പാട്ടിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ സെൻസിബിലിറ്റി നമുക്ക് 1 പടം 2 പടമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും സ്കൂൾ ഓഫ് തോട്ട് കിട്ടും.
അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ആവാൻ എനിക്ക് പറ്റും. മൊത്തത്തിൽ ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടും യങ്സ്റ്റേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ ഞാൻ. നേരത്തെ എസ് പി സാറിന്റെ കാര്യം ചോദിച്ച പോലെ എസ് പി സാറുമായിട്ടും വിദ്യാസാഗർ സാറുമായിട്ടും റഹ്മാൻ സാറുമായിട്ടും ശങ്കർ എസ് അല്ലോയായിട്ടും അത്രയും സീനിയേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ നമ്മൾ ഇപ്പൊ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന തരം സെൻസേഷൻസ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരേ സമയത്ത്. ലിറിസിസ്റ്റിന്റെ ജീവിതം അങ്ങനെയാണ്. ഇന്ന് രാവിലെ ഫോൺ വിളിക്കുന്ന ആള് ചിലപ്പോൾ സൂപ്പർ സീനിയർ ആയിരിക്കും, അവരുടെ പാട്ട് വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് പാട്ടായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന പാട്ട് വേറെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഉൾപ്പെടുത്തിട്ട് അത് പോയി ചെയ്യാം. അവസാനമായിട്ട് ഇതിന്റെ ഒരു വൈൻഡ് അപ്പ് നോട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ പുതിയൊരു തലത്തിലേക്ക് കൂടെയുള്ള ഒരു എൻട്രി, ഇതിന്റെ ഉറപ്പായിട്ടും ലോങ് ജേണി, സ്വപ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വിനായക് ഇപ്പൊ സിനിമയുടെ പാർട്ടാവുന്ന സമയത്തേക്കും ആഗ്രഹിച്ചത് ഇതെല്ലാമായിരുന്നല്ലോ. സംവിധാനം ചെയ്യണം, എഴുതണം, ഇതിനൊക്കെ ഈ ഡ്രീമിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഉണ്ട്. പക്ഷെ തുടങ്ങുന്നതിൽ റെസിസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിന്റെ ഒരു ലോങ് ജേണി അല്ലെങ്കിൽ ക്ലോഷർ ഒക്കെ ചിലപ്പോൾ വേറെ രീതിയിലും ചിന്തിച്ചിട്ടുണ്ടാവുക. എനിക്കറിയത്തില്ല ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് വിനായകന്റെ കരിയറിന്റെ ഒരു ക്ലോഷർ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലോങ് ഫോർമാറ്റിൽ വരുന്ന ഒരു ക്ലോഷർ ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ഈ ഗോൾ സെറ്റിംഗ് മാറുന്നുണ്ടോ, വിഷൻ മാറുന്നുണ്ടോ കരിയറിന്റെ, എന്തായിരിക്കും ശരിക്കും ഒരു അവസാനം? ഞാൻ പലരും ചിന്തിച്ച് കണ്ടിട്ടുണ്ട്, ഓക്കെ ഇതായിരിക്കും അവസാനം. ചിലപ്പോൾ എനിക്ക് അവസാനമേ ഇല്ലായിരിക്കാം, അത് ഉറപ്പായ അവസാനമില്ല. സ്റ്റിൽ വിനായകന്റെ ഒരു POV എന്താണ് ഇതിന്റെ ഒരു ലോങ് ജേണി ഇങ്ങനെ കരിയറിന്റെ? അല്ല, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതൊക്കെ ചെയ്തു തീർക്കണം. അപ്പൊ എനിക്ക് ചെയ്യാൻ കിക്കുള്ള പാട്ടുകൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ, ചെയ്ത് കഴിഞ്ഞ സാധനങ്ങൾ റിപ്പീറ്റ്ലി ചെയ്യുന്നതിനപ്പുറത്തേക്ക് എനിക്ക് കിക്ക് തരുന്ന പാട്ടുകൾ ഇനിയും ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ കഥ പറയാൻ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് എന്റെ മനസ്സിലുള്ള കഥകൾ കുറെ ഉണ്ട്. കഥകളെല്ലാം പറയാൻ അവസരം കിട്ടണം, പ്ലാറ്റ്ഫോം കിട്ടണം, പറഞ്ഞു തീർക്കണം. അതില് എണ്ണത്തിലല്ല കാര്യം. ഇപ്പൊ 10 സിനിമയെ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ 10, പക്ഷെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന 10 സിനിമകൾ ചെയ്തിട്ടേ ഇവിടുന്ന് പോവാവൂന്ന് ആഗ്രഹമുണ്ട്. അതിലോട്ടുള്ള യാത്രയാണ് ഇനി. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഈ പറഞ്ഞ പോലെ റോസ്ലിന്റെ സക്സസ് തുടരട്ടെ. ഒപ്പം പാട്ടെഴുത്തിലും ഈ വലിയ ജേണി ഭയങ്കര ഈവൻഫുൾ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു.